വേറൊന്ന് ചോദിക്കാനുള്ളത്, ഇതൊക്കെ എന്താ പറയുക, നമ്മൾ കലാനിലയത്തിൽ നിന്ന് പഠനം കഴിഞ്ഞ് സ്വതന്ത്രമായിട്ടുള്ള ചെണ്ടവാദകനായിട്ടുള്ള കാലത്താണ് ഇപ്പോൾ ഈ വെള്ളിനേഴി ഹരിദാസൻ എന്നുള്ള സ്ത്രീവേഷക്കാരൻ്റെ പേര് വരുന്നു, രാമട്ടിയേട്ടൻ്റെ പേര് വരുന്നു, മഞ്ജൂതര വരുന്നു, പ്രധാനമായിട്ടും ട്രസ്റ്റ് വരുന്നു അല്ലേ. സ്വതന്ത്രമായിട്ടുള്ള വായന അത് ഒരു 10-12 വർഷമൊക്കെ കഴിഞ്ഞിട്ടാവും കലാമണ്ഡലത്തിൽ ചെണ്ട അധ്യാപകനായിട്ട്, താൽക്കാലിക അധ്യാപകനായിട്ട് നന്ദു ഉണ്ടായിട്ടുണ്ടാവും. തീർച്ചയായിട്ടും അല്ലേ? ശരിക്കും പറഞ്ഞാൽ അത് കുറച്ച് കാലം ഉണ്ടായിട്ടുണ്ടാവും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഒരു വർഷത്തേക്കോ 2 വർഷത്തേക്കോ അല്ല. അതെ, തീർച്ചയായിട്ടും അല്ലേ? കുറച്ച് കാലം ഉണ്ടായിട്ടുണ്ടാവും. ഞാനിത് ഇങ്ങനെ ചോദിക്കാൻ കാരണം എന്താ വെച്ചാൽ, ഈ വളരെ കുറച്ച് പേർക്ക് ഇത്ര കാലം താൽക്കാലിക അധ്യാപകനായിട്ട് കിട്ടിയിട്ടുണ്ടാവുള്ളൂ, പ്രത്യേകിച്ച് ചെണ്ട മേഖലയിൽ. അങ്ങനെ ചെണ്ട മേഖലയിൽ താൽക്കാലിക അധ്യാപകനായിട്ട് എനിക്ക് തോന്നുന്നു കളരി പഠിപ്പിക്കുന്നതിലാവും കൂടുതൽ ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ട് നന്ദുവിനെ നിയമിച്ചിട്ടുണ്ടാവുക. അല്ലാതെ കലാമണ്ഡലത്തിൻ്റെ ഒരു ട്രൂപ്പ് കളിക്കാവില്ല, കളരി കൂടുതൽ കാര്യക്ഷമമാക്കാനാവും. അപ്പം അന്ന് അവിടെ ശരിയായിട്ടുള്ള മാഷന്മാർ അല്ല അധ്യാപകരെന്ന് പറയുന്നത് ചിലപ്പോൾ നന്ദുവിനെക്കാട്ടിലും പ്രായം കുറഞ്ഞവരും ഉണ്ടാവാം. ഉണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല, ഉണ്ടാവാം. ഞാൻ ചോദിക്കണ ഒരു കാര്യം എന്താ വെച്ചാൽ, നന്ദകുമാർ എന്നുള്ള കുട്ടി പഠിക്കുന്ന കാലത്തും കലാമണ്ഡലം നന്ദകുമാർ എന്നുള്ള അധ്യാപകൻ അവിടെ പ്രവർത്തിക്കുന്ന സമയത്തും രണ്ടും ഒരേപോലെ നമുക്ക് കൊണ്ടു നടക്കാൻ പറ്റിയിട്ടുണ്ടോ? ഈ കലാമണ്ഡലത്തിൽ കുറേ കാലങ്ങളായിട്ട് ഒരുപാട് മാറ്റം സംഭവിക്കുന്നുണ്ട്. അപ്പോൾ കലാമണ്ഡലത്തിൽ പഠിക്കണം, കലാനിലയത്തിൽ പഠിക്കണം, കലാമണ്ഡലത്തിൽ വീണ്ടും അധ്യാപകനായിട്ട് വരണം. അങ്ങനെ അധ്യാപകനാവുമ്പോൾ തന്നെ നമ്മളെക്കാട്ടിലും പ്രായം കുറഞ്ഞ ആൾക്കാർ അവിടെ സ്ഥിര ജീവനക്കാരാവണം. ഇതൊക്കെ നമ്മളെ സംബന്ധിച്ച് പല വ്യക്തികൾക്കും ഉണ്ടാവുന്ന ചില പ്രതിബന്ധങ്ങളാണ്. അതിൽ ഈ ചൊല്ലിയാട്ടക്കളരിയിൽ നന്ദു വരുമ്പോൾ അത് ഏതെങ്കിലും തരത്തിലുള്ള ഒരു പഠനമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് എന്താ തോന്നിയിട്ടുള്ളത്? പഠനം പറഞ്ഞാൽ ഞാൻ അത്യാവശ്യം കൊട്ടാൻ ആയി എന്നുള്ളൊരു ആദ്യദിവസം എല്ലാവരും വേഷത്തിനും കൊട്ടാനായി എന്നുള്ള കാലഘട്ടത്തിലാണ് ഞാൻ കലാമണ്ഡലത്തിൽ അധ്യാപകനായിട്ട് പോകുന്നത്. അത് ഞാൻ പറയുകയാണെന്ന് വെച്ചാൽ എൻ്റെ അനുഭവത്തിൽ ഇൻ്റർവ്യൂ ഇല്ലാതെ ഒരു കലാമണ്ഡലത്തിൽ ചെണ്ട അധ്യാപകനായ ആൾ ഞാൻ തന്നെ ഉണ്ടാവുള്ളൂ എന്നാണ് എൻ്റെ അറിവിൽ. തീർച്ചയായിട്ടും. അതായത് എൻ്റെ ഗുരുനാഥൻ കലാമണ്ഡലം ഉണ്ണിരാസൻ ഒക്ടോബർ ഒരു 10-ാം തീയതി, അതായത് ബാലമന്ദിരം 2004 അധ്യാപകനായിട്ട് കയറി. 2004 അധ്യാപകനായി കയറി. അങ്ങനെ അപ്പോഴേക്ക് 1-2 ആൾക്ക് റിട്ടയർഡായി പോയി. വാരണാസൻ ഇവരൊക്കെ റിട്ടയർഡായി പോയപ്പോൾ ഇത് പറഞ്ഞ ഒരു സ്കൂൾ തുടങ്ങി, ക്ലാസ്സുകൾ ഇങ്ങനെ എണ്ണം കൂടി തുടങ്ങിയപ്പോൾ ഒരു ചെണ്ട അധ്യാപകൻ്റെ ആവശ്യമുണ്ട്. അപ്പോൾ ഭരണസമിതി പറഞ്ഞിട്ട് എന്നാൽ ആശൻ ആരാച്ചാൽ വിളിച്ചോളൂ. അങ്ങനെ ഫോൺ ഇറങ്ങിയിട്ട് കുറേ ഉണ്ടെങ്കിൽ എന്നെ വിളിച്ചു. ആശൻ ഉണ്ണിരാശൻ വിളിച്ചു. ഒക്ടോബർ ഒരു 10-ാം തീയതിയോ 11-ാം തീയതിയായിട്ട്. അപ്പോൾ എന്താ കലാമണ്ഡലത്തിൽ ഇങ്ങനെ ഒരു താൽക്കാലിക അധ്യാപകൻ്റെ ഒഴിവുണ്ട്, എന്താ വരണം. അപ്പം ഞാൻ ഈ പറഞ്ഞ മാതിരിക്ക് ബാലവന്തറിന് കലാമണ്ഡലത്തിൽ ജോലി കിട്ടിയപ്പോൾ ഈ ബാലവന്തറിന് അങ്ങനെ ഈ പറഞ്ഞ മാതിരിക്ക് ഇവിടെ അവനവൻ്റെ വീട്ടിൽ നിന്ന് പോണ വഴിക്ക് കലാമണ്ഡലത്തിൽ പോകാൻ പറ്റില്ലല്ലോ. അങ്ങനെ ബാലവന്തറിൻ്റെ പ്രോഗ്രാമും കൂടി എനിക്ക് കിട്ടാൻ തുടങ്ങി. അയാൾക്ക് അസൗകര്യമാകുമ്പോൾ അപ്പം പ്രോഗ്രാം അങ്ങനെ പറഞ്ഞ മാതിരിക്ക് മാസത്തിൽ 28-30 ദിവസം ഉണ്ടെങ്കിൽ 28 ദിവസം പ്രോഗ്രാമാണ്. ഈ കലാമണ്ഡലത്തിൽ പോയാൽ ഈ ബാലവന്തറിൻ്റെ ഇടയ്ക്ക് അനുഭവം പറയാറുണ്ട്. എന്നോടോ പെട്ടു ജോലി കിട്ടിയെന്നൊക്കെ ശരി തന്നെയാണ്. അപ്പോൾ ഞാൻ ആശയോട് ചോദിച്ചു, അച്ഛാ ഞാനത് വന്നപ്പോൾ ഒരു ബുദ്ധിമുട്ടാവും, പരിപാടിയൊക്കെ ഉണ്ട്. അപ്പോൾ അച്ഛൻ പറഞ്ഞു, ഈ പഠിച്ച സ്ഥാപനമല്ലേ, വാ ഒക്കെ നമുക്ക് ശരിയാക്കാം, പരിപാടിക്കൊക്കെ പോവാം, വായോ പറഞ്ഞു. അങ്ങനെ ഇൻ്റർവ്യൂ ഇല്ലാതെ കലാമണ്ഡലത്തിൽ 2006 ഒക്ടോബർ 17-18 ഞാൻ കലാമണ്ഡലത്തിൽ അധ്യാപകനായത്. ആ മാസം ജോലി ചെയ്ത് ആകെ 7 ദിവസമാണ്. നിലവിലേറ്റ കളികൾ ഉണ്ടാവുകൊണ്ട് അല്ല ഞാൻ വിളിച്ചത് ഒക്ടോബർ 15-17-18 ജോയിൻ ചെയ്ത്. പിന്നെ ഒക്ടോബറും
അത്ര ദിവസം ശനി ഞായറും കഴിഞ്ഞ് ഞാൻ ആ മാസം 7 ദിവസമാണ് ഞാൻ കലാമണ്ഡലത്തിൽ ജോലി ചെയ്തത്. ആ 7 ദിവസം ജോലി ചെയ്ത് അങ്ങനെ പിന്നെ മാർച്ച് 31 വരെ ഉണ്ടായി. പിറ്റത്തെ കൊല്ലം ഉണ്ടായി. പിറ്റത്തെ കൊല്ലം ഇപ്പോൾ ഈ പറഞ്ഞ നേരത്തെ ഞാൻ പറഞ്ഞില്ല, ഈ 28 ദിവസം പരിപാടി എന്ന് പറയുമ്പോൾ ആശാന് കുറേശ്ശെ ഇങ്ങനെ നീരസം തുടങ്ങി ഇങ്ങനെ ഒക്കെ ശരിയാക്കാൻ ഈ വായോ എന്ന് പറഞ്ഞ ആശാൻ പിറ്റത്തെ കൊല്ലം ഇങ്ങനെ ഇപ്പോൾ എല്ലാ കൊല്ലം ഇങ്ങനെ ബുദ്ധിമുട്ടാവില്ലേ. അങ്ങനെ എങ്ങനെയാ പറഞ്ഞാൽ അങ്ങനെ അല്ല, അങ്ങനെയുള്ള ചരിത്രങ്ങൾ പറയച്ച കുറേ പറയാനുണ്ട്, ഇനിയിപ്പോൾ അതും പറയാനില്ലേ. അങ്ങനെയാണ് കലാമണ്ഡലത്തിൽ ഞാൻ ഇൻ്റർവ്യൂ ഇല്ലാതെ 2006 അധ്യാപകനായിട്ട് ചേർന്ന് അവിടെ ചൊല്ലിയാട്ടത്തിനാണ് കൂടുതൽ. അപ്പോൾ ഞാൻ ചോദിക്കണത്, ഈ നന്ദു പഠിച്ചേർന്ന കാലവും പഠിപ്പിക്കുന്നൊരു കാലവും രണ്ടും കുറച്ച് ദൂരം ഉണ്ടല്ലോ. എന്തെങ്കിലും ചില മാറ്റങ്ങൾ തോന്നാറുണ്ടോ? മാറ്റങ്ങൾ തന്നെ പറഞ്ഞില്ലേ ഇപ്പോൾ ഈ സ്കൂൾ വിദ്യാഭ്യാസം. അതെ, 4 കൊല്ലം പഠിക്കേണ്ട സാധനം 10 കൊല്ലം കൊണ്ട് പഠിക്കും. അന്ന് ഉച്ചയ്ക്ക് ശേഷം ക്ലാസ് ഇല്ല. അല്ല, അത് ഞാൻ ചെല്ലുമ്പോൾ ഉച്ചയ്ക്ക് ശേഷം ക്ലാസ് ഉണ്ടായിരുന്നു. ഉച്ചയ്ക്ക് ശേഷം 1:30 to 3:30 അത് ചൊല്ലിയാട്ടം തന്നെയാണ് കൂടുതൽ അവിടെയും. അത് പഠിപ്പിക്കലൊന്നും കാര്യമായിട്ടുണ്ടായിട്ടില്ല. പിന്നെ അത് കഴിഞ്ഞ് ബാലചന്ദ്രൻ HOD അതിന് ശേഷമാണ് കൂടുതൽ ക്ലാസ്സുകൾക്ക്. അത് 2014 15 ആ കാലഘട്ടത്തിലാണ് പിന്നെ പഠിപ്പിക്കലുണ്ടായത്. മറ്റ് ഞാൻ ഉണ്ണിരാജൻ HOD ആകുമ്പോഴുള്ള സമയത്തൊക്കെ ചൊല്ലിയാട്ടത്തിന് വേണ്ടിയിട്ട് എടുക്കുന്ന അന്ന് മറ്റുള്ള അധ്യാപകർ കുറവുണ്ട്. ബാലചന്ദ്രനടക്കം 7 അധ്യാപകരുണ്ട് അവിടെ. അതെ, അപ്പോൾ പിന്നെ മറ്റേ ആവശ്യമില്ലല്ലോ. ഈ കാലത്ത് തന്നെയാണോ ഈ യുവജനോത്സവത്തിൽ എവിടെ നോക്കിയാലും ചെണ്ടയ്ക്ക് നന്ദകുമാർ എന്നുള്ളൊരു വ്യക്തി ഇങ്ങനെ കാണാൻ തുടങ്ങിയിട്ടുണ്ടാവുക? എൻ്റെ യുവജനോത്സവം എന്ന് പറഞ്ഞു കഴിഞ്ഞാലേ, ഞാൻ ആദ്യം യുവജനോത്സവത്തിന് പോയത് നമ്മുടെ കലാനിലയ രാഘവാസൻ്റെ മകൻ ജയന്തി, അയാളുടെ അനിയൻ രാജീവും. ഇപ്പോൾ RCCയിൽ എന്താ ക്യാൻസർ വിഭാഗത്തിൻ്റെ അസിസ്റ്റന്റ് പ്രൊഫസറോ എന്താണ് രാജീവ്. അപ്പോൾ ഈ കലാനിലയത്തിൽ പഠിക്കുമ്പോഴാണ് ഞാൻ യൂത്ത് ഫെസ്റ്റിവലിന് കൂടുതലും പോകാൻ തുടങ്ങിയത്. അതായത് രാഘവാസൻ്റെ മകള് ഉണ്ടാവും, അതിൻ്റെ താഴെ അനിയനും ഉണ്ടാവും, പിന്നെ ഗോപി, നെല്ലുവായ ഗോപി എന്ന് പറയും, അദ്ദേഹത്തിൻ്റെ കുട്ടികളുണ്ടാവും, കലാനിലയം ഗോപിനാഥൻ്റെ കുട്ടികളുണ്ടാവും. അങ്ങനെ അവിടെ നിന്നാണ് ഈ തുടക്കം. ജയന്തി എന്നാണ് രാഘവാസൻ്റെ മകൾ ജയന്തി എന്നാണ് ഈ യുവജനോത്സവം ഇങ്ങനെ പോയി തുടങ്ങി. യുവജനോത്സവം എന്ന് പറഞ്ഞാൽ പിന്നെ ഞാൻ അവിടുന്ന് കലാനിലയത്തിൽ നിന്ന് പോകുന്നതിന് ശേഷം പിന്നെ സോമേട്ടൻ, ഹരിനാരായണൻ, സാജൻ, ഇനിയിപ്പോൾ പറയാത്ത കുറേ ആൾക്കാരുടെ പേര് പറയാനുണ്ട്. അപ്പോൾ ഒന്നുമല്ല. അപ്പോൾ യുവജനോത്സവത്തിനാണ് പിന്നെ ആ സമയത്ത് വളരെ ഡിമാൻഡുള്ള ഒരു ചെണ്ടകലാകാരനായത്. അത് ഡിമാൻഡ് മാത്രമല്ല, കളിക്ക് വിട്ട് പെയ്തു 3 മണിക്കൂർ കളിക്ക് വിട്ടിയാലും ഇത്ര ബുദ്ധിമുട്ടില്ല. യുവജനോത്സവം ഈ 10 മിനിറ്റ് അല്ലെങ്കിൽ അരമണിക്കൂർ, ഗ്രൂപ്പാണെങ്കിൽ അരമണിക്കൂർ, മറ്റേത് 15 മിനിറ്റ് സിംഗിള്. ഈ 14 മിനിറ്റ് കൊട്ടേണ്ടി വരുള്ളൂ. 15 മിനിറ്റ് തയ്യണ്ടല്ലോ. 14 മിനിറ്റ് കൊട്ടുമ്പോൾ നമ്മൾ 140 മണിക്കൂറിൻ്റെ ചിന്ത ഈ കളി ആ 14 മിനിറ്റിന് വേണം. കൃത്യമാവണം സമയം. അതായത് കുട്ടികൾ താളത്തിലല്ല, അല്ലെങ്കിൽ ഇപ്പോൾ ഒരു അഷ്ടകലാശമാണെന്ന് വെച്ചാൽ ആ കാല് നോക്കി കൊട്ടുക എന്നുള്ളതാണ് ഒരു വളരെ ബുദ്ധിമുട്ടുള്ള കാര്യം. അത് അഷ്ടകലാശമല്ല, ഇനിയിപ്പോൾ വേറെ ഒരു ഇരട്ടിയൊക്കെ ഈ താളത്തിൻ്റെ അവസാനം അങ്ങോട്ട് കൊട്ടി അവിടെ നിർത്തുകയാണെന്ന് വെച്ചാൽ നമ്മൾ അവിടെ നിർത്തുക, ചെണ്ടക്കാരൻ നിർത്തുക. ഇതിപ്പോ തെറ്റിയാലും കുട്ടിയുടെ തെറ്റെന്ന് പറയില്ല. അല്ലല്ല, കുട്ടിയുടെ തെറ്റെന്ന് അധ്യാപകർ രക്ഷിതാക്കൾ പറയില്ല. ഒരു കഷ്ണം അപ്പുറത്ത് കുട്ടി കാലം ഇങ്ങനെ വെച്ച് നിർത്തി എൻ്റെ കുട്ടി ഒരു കഷ്ണം അവിടെ ബാക്കി അപ്പുറത്ത് വന്ന തെറ്റ് ഞാനാണ്. അപ്പോൾ നമ്മൾക്ക് ഉള്ള കളിക്ക് കൊട്ടാനുള്ള നിഷ്കർഷം മുഴുവൻ കൂടുതലും ഈ യുവജനോത്സവത്തിൻ്റെ ഒരു ഭാഗമാണ്. ഞാൻ പറയണത് എന്താ വെച്ചാൽ, പലരും പറയണ കേട്ടിട്ടുണ്ട് ഈ യുവജനോത്സവത്തിൽ എന്ന് പറഞ്ഞാൽ ആദ്യം പറയാം പാട്ടുകാരാരാന്നോ ഒന്നുമല്ല, നന്ദുവിന് ഒഴിവുണ്ടോ എന്ന് ചോദിച്ചു, അല്ലെങ്കിൽ ഇപ്പം തന്നെ ബുക്ക് ചെയ്തിട്ടുള്ളൂ എന്ന് പറയുമ്പോൾ അതിൽ ഈ എന്താ പറയുക, യുവജനോത്സവത്തിൽ പങ്കെടുക്കുന്ന മത്സരാർത്ഥിയെ ശരിയാവണ്ണം കൊണ്ടുപോകണതിൽ നന്ദുവിന് നല്ല മിടുക്കുണ്ടായിരുന്നു എന്നുള്ളതാണ് ഞാനൊക്കെ മനസ്സിലാക്കിയിട്ടുള്ളത്. തീർച്ചയായിട്ടും അത് ചിലപ്പോൾ അന്നത്തെ കഥകളി ലോകത്തിൽ അവനവൻ്റെ ഉപജീവനം എന്നുള്ളതിൽ ഈ യുവജനോത്സവം നല്ല സഹായമായിട്ടില്ലേ? ഞാൻ പറഞ്ഞ ഒരു കളിക്ക് കിട്ടുന്ന പൈസ, അതും ഒരു വലിയൊരു ഘടകമാണല്ലോ. ധാരാളം കളി ഉണ്ടായാലും പോരല്ലോ, നമുക്ക് വീട്ടിലേക്ക് എന്തെങ്കിലും കൊണ്ടുവരണമല്ലോ.
അതിന് യുവജനോത്സവങ്ങൾ നല്ല സഹായമായിട്ടില്ലേ? തീർച്ചയായിട്ടും. ഞാൻ സത്യം പറഞ്ഞാൽ ഒരു കൊല്ലം ഒരു സ്കൂള്, സബ് ജില്ല, ജില്ല, സ്റ്റേറ്റ് കലോത്സവമൊക്കെ 40 ഐറ്റം കൊട്ടിയിട്ടുണ്ട് ഞാൻ ഒരു കൊല്ലമല്ല, അങ്ങനെ പല തവണ 40 ഐറ്റം. അതായത് സ്റ്റേറ്റിൽ വരുമ്പോൾ എല്ലാ ചെണ്ടക്കാരും വരില്ല. അതിപ്പോൾ തെക്കുന്ന് ഇപ്പോൾ തിരുവനന്തപുരത്ത് അല്ലെങ്കിൽ കാസർഗോഡാണ്, കണ്ണൂരാന്ന് പറഞ്ഞാൽ തിരുവനന്തപുരത്ത് നിന്നുള്ള ചെണ്ടക്കാർ, അല്ലെങ്കിൽ ആലപ്പുഴ എന്നുള്ള, കോട്ടയം എന്നുള്ള ചെണ്ടക്കാരും ചിലപ്പോൾ അവർക്കൊരു ഐറ്റം ഉണ്ടാവുള്ളൂ. അപ്പോൾ അവർ എൻ്റെ സ്ഥിരം ആൾക്കാർ ഇവിടെ ഉണ്ട്, എങ്കിലും അഡീഷണൽ ആയിട്ട് നമുക്ക് അവിടെ നിന്നുള്ള ആൾക്കാരുടെ ഇത് കിട്ടും. അത് നേരെ തിരിച്ച് തിരുവനന്തപുരത്തേക്ക് പോകണത്തേലും ഇവിടെ നിന്ന് ചില ആൾക്കാർ അങ്ങോട്ട് വരും. അപ്പോൾ യുവജനോത്സവത്തിൻ്റെ ഒരു ഇത് കേമത്തെന്ന് പറയാച്ചാൽ ഞാനൊരു കൊല്ലൻ്റെ ഉറവിലുണ്ടെങ്കിൽ 40 ഐറ്റം കൊട്ടിയാണ് ഞാൻ. 40 ഐറ്റം സാമ്പത്തികമായിട്ടും യാതൊരു കുറവുമില്ല. ഇവിടുത്തെക്കാട്ടിലും കൂടുതൽ കാശ് അവിടെ ഉള്ളവർ തരും നാട്ടുകാർ. ഇവിടെ ഉള്ളവർക്ക് നല്ല പിശുക്കാണ്. അപ്പോൾ സാമ്പത്തികം ചില കളിക്ക് പോയ കാശ് ഒരു 14 മിനിറ്റ് കൂട്ടിയാൽ ഒരു കളിക്കുള്ള കാശ് അന്നും കിട്ടും, ഇന്നും കിട്ടും. യുവജനോത്സവം മത്സരമാണല്ലോ. അതെ, മത്സരമാണ്. അപ്പോൾ അതാണ് നമ്മൾക്ക് ഏറ്റവും പറഞ്ഞാൽ 114 മിനിറ്റ് 140 മണിക്കൂറിൻ്റെ അധ്വാനം. അതെ, അധ്വാനം എന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെ കാഴ്ചപ്പാടിൽ പറഞ്ഞാൽ അങ്ങനെ പറയാം. ചില അത്രയും നമ്മൾ ശ്രദ്ധിച്ച് നിന്നിട്ട് കൊട്ടാൻ പറ്റുള്ളൂ. ഈ യുവജനോത്സവത്തിൽ പങ്കെടുത്തേർന്ന മത്സരാർത്ഥികൾ അങ്ങനെ പറയാം, അവർ പിൽക്കാലത്ത് കഥകളി ലോകമായിട്ട് വല്ലാതെ അടുപ്പം വന്നിട്ടുള്ള ആൾക്കാരൊക്കെ നന്ദുവിൻ്റെ മനസ്സിലുണ്ടോ? അത് ഞാൻ പറഞ്ഞില്ലേ, ഇപ്പോൾ ഡോക്ടർ രാജീവ്. ഞാൻ പറഞ്ഞത് അവരിപ്പോ ഈ മറ്റേ വേറൊരു മേഖലയാണല്ലോ. അതെ, മേഖലയാണ്. കഥകളിയിൽ മാത്രം ജീവിച്ചിരുന്ന അല്ലേ, അതിപ്പോ ചുരുക്കാവും, കുറവ് തന്നെയാണ് അല്ലേ. മറ്റതൊക്കെ മോഹങ്ങളെ കൊണ്ട് പഠിക്കുന്ന ആൾക്കാരല്ലാണ്ട് അതൊരു പിന്നെ ഒരു ഉപജീവന മാർഗമായിട്ട് അത് അങ്ങനെ വേണത്തെ നെടുമ്പള്ളി രാമനെ വേണത്തെ പറയാം. നെടുമ്പള്ളി രാമൻ ഇതേമാതിരിക്ക് നെടുമ്പള്ളി രാമൻ്റെയും കുട്ടിക്കാലത്ത് ഞാൻ ഒരുപാട് വേഷം കൂട്ടിയതാണ്. അതാ ഞാൻ ചോദിക്കാൻ കാരണം. അപ്പോൾ അദ്ദേഹം സ്കൂൾ മാഷാണെങ്കിലും അദ്ദേഹം പറഞ്ഞ മാതിരിക്ക് നെടുമ്പള്ളി രാമൻ തന്നെ ഉള്ളൂ എന്ന് എൻ്റെ ഓർമ്മയിൽ. അതെ, അത്ര ഉണ്ടാവുള്ളൂ അല്ലേ. ആ കാലം കഴിഞ്ഞിട്ട് വീണ്ടും കഥകളിയുമായിട്ട് ഇന്നും ജീവിച്ചു പോകുന്നതിൽ നെടുമ്പള്ളി രാമൻ വളരെ കുറച്ച് പേരിൽ പ്രധാനപ്പെട്ട വ്യക്തി നെടുമ്പള്ളി. ഇപ്പൊ ഉണ്ടോന്നൊക്കെ ഞാൻ ആലോചിക്കണം, പെട്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക്. ഇല്ല, ഇതിങ്ങനെ ഞാൻ തുടക്കത്തിൽ ഞാൻ പറഞ്ഞല്ലോ, ഈ വായ്ത്താരിയുടെ എപ്പിസോഡിൻ്റെ ഒരു ഗുണം എന്താ വെച്ചാൽ ഇതൊരു രേഖ സൂക്ഷിക്കലാണ്. ഇതൊരു 10-30 കൊല്ലം കഴിഞ്ഞിട്ട് ഒരാൾ നോക്കുമ്പോൾ എങ്ങനെയായിരുന്നു മുൻകാലം എന്നുള്ളത് രേഖപ്പെടുത്താനുള്ള ഒരു വഴി, അത്രയേ ഉള്ളൂ. അതിൽ പല ആൾക്കാരിൽ നിന്നും പല വിവരങ്ങളും ശേഖരിച്ച് വെക്കുന്നുണ്ട്. അതേമാതിരി ഈ നേരത്തെ ഞാൻ ചോദിച്ചോന്നറിയില്ല, വീണ്ടും ഞാൻ ചോദിക്കുന്ന ഒരു കാര്യം എന്താ വെച്ചാൽ, ഇപ്പോൾ ഈ രാമകുട്ടിയാശാൻ മുതൽ കുമാരൻ നായരാശാൻ മുതൽ ആ ഒരു കാലഘട്ടം മുതൽ ഇപ്പോൾ ഉള്ള ചെറുപ്പക്കാരെന്ന് പറയാം, ഇപ്പോൾ ആദിത്യൻ വരെയെന്നോ അല്ലെങ്കിൽ അതിന് താഴെ വരെ, ഇതൊക്കെ ഈ കാലയളവിൽ മുഴുവനെ നന്ദു അവരൊപ്പമുണ്ട്, ചെണ്ടയായിട്ട് അരങ്ങിലുണ്ട്. എന്തെങ്കിലും ഒരു കാതലായിട്ടുള്ള, ഞാൻ പറഞ്ഞത് നല്ല രീതിയിൽ ഈ കഥകളി ലോകം മാറാൻ പാകത്തിനുള്ള എന്തെങ്കിലും ചില അനുഭവം എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത്, ചിലപ്പോൾ ചിലർ പറയാറുണ്ട് രാമകുട്ടിയാശാൻ്റെ തെരനോക്കുണ്ടല്ലോ, അത് വേറെ ആർക്കും സാധിക്കില്ല. ഇതൊക്കെ ഓരോരുത്തരുടെ തോന്നലാണ്. പിൽക്കാലത്തും പലരും അതിനേക്കാളും ചിലപ്പോൾ ഗംഭീരമായിട്ട് ചെയ്യണവരുണ്ടാവാം വരുന്ന ആളുകളിൽ. ഞാൻ പറഞ്ഞു വന്നത് ഇതൊരു അനുഭവത്തിൻ്റെ ഒരു വലിയൊരു കാര്യമാണ്. അങ്ങനെ അനുഭവമുള്ള നന്ദുവിന് ഇത്തരം മേഖലയിൽ എങ്ങനെ ഇടപെടാൻ, എന്താണ് നമുക്ക് പറയാനുള്ളത്? ചിലപ്പോൾ ചോദിച്ചാൽ ഞാനിപ്പോൾ എന്താ പറയുക, നമ്മുടെ ചില അനുഭവം ഉണ്ടാവുമല്ലോ. നേരത്തെ പറഞ്ഞില്ലേ ജലക്രീഡ, ഇതൊരു അല്ല അതിപ്പോൾ ഇന്നിപ്പോൾ കൂടുതൽ ഈ പറഞ്ഞ മാതിരിക്ക് ഒരു തെരനോക്ക് പൊട്ടിക്കഴിഞ്ഞാൽ ഒരു നരകാസുരന് പൊട്ടുന്ന മാതിരിക്കാണ് ഇപ്പോൾ ഒന്ന് പല തെരനോക്കുകളും. അത് ചോദ്യത്തിനാണോ ഉത്തരമാണോ എന്നൊക്കെ കൃത്യമായിട്ട് അറിയില്ലെങ്കിലും ഇപ്പോൾ ഒരു നരകാസുരൻ കൊട്ടുമ്പോഴേക്കും ഈ തെരനോക്ക് കഴിയുമ്പോഴേക്കും മതിയാവും. നരകാസുരൻ കൊട്ടിയ പോലെ. അപ്പോൾ എന്താ വെച്ചാൽ അതിപ്പോൾ പറയുമ്പോൾ രാമകുട്ടിയാശാൻ്റെ തെരനോക്കാണ്. രാമകുട്ടിയാശാൻ്റെ തെരനോക്ക് തരുന്നില്ല, ഞാൻ ഒരുപാട് ബാലുവിജയവും കീജവനും ഒക്കെ കുറെ കൊട്ടിയതാണ്. അപ്പോൾ അങ്ങനെയുള്ള ചില മാറ്റങ്ങൾ ഇന്നത്തെ മാറ്റം. പിന്നെ ബാലുവിജയ അന്ന് 3 മണിക്കൂർ 3.5 മണിക്കൂർ ഉണ്ടായിരുന്ന ബാലുവിജയ ഇന്ന് 4.5 മണിക്കൂറാണ്. എവിടെ ഇത് കൂട്ടണേ? ആരാ കൂട്ടണേ? 1.5-1.25 മണിക്കൂർ ഉണ്ടായിരുന്നു രാവണോത്ഭവം, 2.25 മണിക്കൂറാണ്. എവിടെ കൂട്ടിയത്? ആരാ കൂട്ടിയത്? എന്തിനാ കൂട്ടിയത്? അപ്പോൾ വലിയ ആൾക്കാരായാലും അവർ കളിച്ചു വരുന്ന പാരമ്പര്യമാണെന്ന് പറയും. എന്ത് പാരമ്പര്യം? എന്താണ് പാരമ്പര്യം? അല്ല,
അതിപ്പോൾ ഞാൻ കൊട്ടുമ്പോൾ എൻ്റെ ഇഷ്ടത്തിന് കൊട്ടണം, അല്ലെങ്കിൽ ഞാൻ കളിക്കുമ്പോൾ എൻ്റെ ഇഷ്ടത്തിന് ഞാൻ കളിക്കണം. അപ്പോൾ വേഷക്കാരൻ കാണിക്കണേന്ന് ചെണ്ടക്കാരൻ കൊട്ടുക, അത്രയേ ഉള്ളൂ. ഒരു ക്രമം കുറച്ച് മാറി പോകുന്നുണ്ട്. ഒരുപാട് കുറച്ചൊന്നല്ല, ഞാൻ പറഞ്ഞ മാക്സിമം 1.25 മണിക്കൂർ. രാമേന്ദ്രൻ്റെ ഉത്ഭവമൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് 1.25 മണിക്കൂറാണ് കൂടുതൽ. ആരോടും അവിടെ ചോദിച്ചോളൂ, ഇന്ന് 2.25 മണിക്കൂറാണ്, 2.5 മണിക്കൂറാണ്. എന്താ മാറ്റമുള്ളത്? അന്നത്തെ പദം തന്നെയാണ് ഇന്ന്, അന്നത്തെ ആട്ടം തന്നെയാണ് ഇന്ന് ആടുന്നത് അല്ലേ? അതുപോലെ ഇതൊരു കാര്യമാണ്, അതായത് അതിൻ്റെ സമയക്രമം പാലിക്കുക എന്നുള്ളത്. അതുപോലെ വേറൊന്ന്, ഈ കഥകളി ലോകത്ത് നിരന്തരം ചർച്ച ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ ചില പദങ്ങൾ മാത്രം, അല്ലെങ്കിൽ ഒരു കഥയുടെ ചില ഭാഗങ്ങൾ മാത്രം, അങ്ങനൊരു വഴക്കാണ് ഇപ്പോൾ ഉള്ളത്. അതായത് മുഴുനീളൻ ഒരു രാത്രി മുഴുവനുണ്ടെങ്കിലും ചില ഭാഗങ്ങളെ വേണ്ടു. എന്താ അതിൽ നന്ദുവിന് തോന്നാറുള്ളത്? അത് ഞാൻ ആദ്യം പറഞ്ഞൊരു സംഭവമുണ്ട്. അതായത് അന്ന് വളർത്താൻ ആളില്ല, ഇന്ന് വളർത്താൻ ആളുണ്ട്. അതായത് വേഷക്കാരനായാലും വേണ്ട, ചെണ്ടക്കാരനായാലും പാട്ടുകാരനായാലും. അപ്പോൾ ഒരു വേഷക്കാരൻ്റെ വേഷം അയാളുടെ ബാഹുകൻ കേമാണ്. അപ്പോൾ ഒന്നൊരു കരയുക, ബാഹുകൻ മുതലാണ് തുടങ്ങുക. വെളുത്താളം വേണ്ട, അവിടെ നിന്ന് തുടങ്ങിയാൽ അപ്പോൾ അവർക്ക് ആ സംഘാടകർക്ക് ഇഷ്ടപ്പെട്ട ആൾ ആരാച്ചാൽ, ഞാൻ ആളുടെ പേരൊന്നും പറയണില്ല. അപ്പോൾ അതൊരു കഷ്ണം അങ്ങനെ പോയി. പിന്നെ ചിലവർക്ക് അയാളുടെ കർണൻ തിരക്കടൊന്നുമില്ല. അപ്പോൾ കർണനാവുമ്പോൾ എന്ത് വേണം? ദുര്യോധനം വേണം, ദുശാസനം വേണം, ഭാനുമതി വേണം. അപ്പോൾ എന്ത് ചെയ്തു? കർണൻ പോലാ തുടങ്ങുക. അപ്പോൾ കർണനായി. കുന്തി ചിലപ്പോൾ അവർക്ക് പറ്റിയ ആൾക്കാരനെ അവർ വിളിക്കണ്ട. അപ്പോൾ അത് എന്തായി? കർണൻ മുതൽ ചിലവർ 2 ദിവസം കാട്ടാളിന് നഷ്ടം ഉണ്ടാവുക. അപ്പോൾ എന്ത് ചെയ്യും? കാട്ടാള് നൈവേദ്യം മാത്രം മതി, അതൊരു കഷ്ണം അങ്ങനെ. അപ്പോൾ എന്താ വെച്ചാൽ സംഘാടകർക്ക് ഇഷ്ടമുള്ള കലാകാരന്മാരെ വിളിക്കുക, അവർക്ക് അവരുടെ വേഷം ഏതാണെന്ന് വെച്ചാൽ അതൊരിക്കുക. അങ്ങനെ കഷ്ണങ്ങളായിട്ട് മാറി അവയിലെ കഷ്ണന്മാർ ആയി ഇപ്പോൾ കഥകളി കുറേ മാറ്റം. അതെ. ഇനി അങ്ങനെയൊക്കെ നമ്മൾ മാറ്റം വരുമ്പോഴും ഈ മുന്നുള്ളതിനേക്കാൾ കളിയോഗങ്ങൾ ഇപ്പോൾ കൂടിയിട്ടില്ലേ? അതുണ്ട്. ഞാൻ പറഞ്ഞത് സ്റ്റേജ് കൂടിയിട്ടുണ്ട്, സംഘാടകർ കൂടിയിട്ടുണ്ട്. അതെ, പല പല പേരുകളിൽ. അതെ അതെ, ഞാൻ പറഞ്ഞത് സംഘാടകർ കൂടിയിട്ടുണ്ട്, അവസരങ്ങൾ ധാരാളം കൂടിയിട്ടുണ്ട്. ഈ മേഖലയിലേക്ക് ഒരു കാലത്ത് കഥകളി വേണ്ട എന്ന് പറഞ്ഞിരുന്നത് മാറിയിട്ട് ഓരോ പദമാണെങ്കിൽ തന്നെ ഓരോരുത്തർ പുതുതായിട്ട് പഠിച്ച് ഈ ഭാഗത്തേക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇല്ലേ? അപ്പം അതിങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഞാൻ പറഞ്ഞ നിലവിലുള്ള കലാകാരന്മാർക്ക് അത് ഒരു നന്നായിട്ടല്ലേ തോന്നണത്? അരങ്ങ് കൂടുന്നതും അല്ല, ഇപ്പോൾ ഈ അരങ്ങ് കൂടുന്തോറും ഇപ്പോൾ സംഭവം എന്താ വെച്ചാൽ, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഇപ്പോൾ വേഷക്കാരനനുസരിച്ചുള്ള പാട്ടുകാരായി, വേഷക്കാരനനുസരിച്ചുള്ള ചെണ്ടക്കാരനായി, മതത്തിൽ ആരായാലും കുഴപ്പമില്ല. അങ്ങനെ ഒരു വിഷയം ഇപ്പോഴല്ല, കുറേ എങ്കിലും ഇപ്പോൾ കുറച്ചും കൂടി ആയി. അങ്ങനെ ഒരു മാറ്റമുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ പ്രൈവറ്റായി പഠിച്ച ആൾക്കാർക്കും പരിപാടി ഇഷ്ടം പോലെയാണ്. അപ്പോൾ അത് പിന്നെ വേറൊരു കാര്യമുണ്ട്. അന്ന് നമ്മളിപ്പോൾ കലാമണ്ഡലത്തിൽ ഞാൻ പഠിക്കുമ്പോൾ പറഞ്ഞവർക്ക് അന്ന് യൂട്യൂബില്ല, അല്ലെങ്കിൽ ടി വി ഇല്ല, ഫോണില്ല. ഇന്നിപ്പോൾ അത്യാവശ്യം സംഗീതമുള്ള, അല്ലെങ്കിൽ അത്യാവശ്യം കൈ വഴങ്ങുന്ന ഒരു ചെണ്ടക്കാരനാണെച്ചാൽ ഇത് കൂടെ ഈ സാധനം കേട്ട് പഠിക്കാം. ഇപ്പോൾ ഒരു തായമ്പക്കാരനാണെച്ചാലും അയാൾക്ക് യൂട്യൂബിൽ നോക്കിയപ്പോൾ ഒരു തിരനോക്കോ ഒരു കലാശോ അല്ലെങ്കിൽ ഒരു ഇരട്ടിയോ പഠിക്കാനുള്ള ബുദ്ധിമുട്ട് ഇന്നില്ല. അപ്പോൾ പുതിയ ആൾക്കാർ ഇങ്ങനെ പറഞ്ഞവർക്ക് കലാമണ്ഡലത്തിൽ പഠിക്കാത്തവരും കലാനിലയത്തിൽ പഠിക്കാത്തവരും എവിടെയും പഠിക്കാത്ത ആൾക്കാരും ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നൊരു കാലഘട്ടമാണ് ഇപ്പോൾ. ഞാൻ കണ്ടിട്ടുള്ള വേറൊന്ന്, ഈ പല കഥകളി ചെണ്ട വിദ്വാന്മാരും തായമ്പകയെ കൂടെ ഇങ്ങനെ മാറുക എന്നുള്ളതല്ല, തായമ്പകയും അവരൊരു ഭാഗമായിട്ട് മാറ്റിയിട്ടുണ്ട്. ഞാൻ ഉദാഹരണമൊന്നും പറയുന്നില്ല, ധാരാളം പേരുണ്ട് അങ്ങനെ. അങ്ങനൊരു തായമ്പക വിദ്വാനായിട്ട് നന്ദുവിൻ്റെ പേര് ധാരാളം കേട്ടിട്ടില്ല. കഥകളി കൊട്ടുകാരൻ, അതന്നെയാണ് അതിൻ്റെ ഒരു മേന്മയായിട്ട് കഥകളി ലോകത്ത് കലാമണ്ഡലം നന്ദകുമാറിനെ അടയാളപ്പെടുത്തിയിട്ടുള്ളത്. ഞാൻ ചോദിക്കണത്, ഈ നിലവിൽ കഥകളി ചെണ്ട കലാകാരനാവുമ്പോൾ തന്നെ തായമ്പക അത് വേറൊരു മേഖലയാണെങ്കിലും അത് എന്തേ ശ്രദ്ധിക്കാൻ തോന്നാതിരുന്ന് വേണ്ട? 28 ദിവസം കളി, ഒരു മാസം 28 ദിവസം കഥകളി വെച്ച പിന്നെ എന്തിനാണ് തായമ്പയ്ക്ക് പോകണം ഈ വെയിലും പൊടിയും കൊള്ളാൻ? എത്ര കലാകാരന്മാരെ കാണാം. അല്ല, ഞാനിത് ചോദിക്കാൻ കാരണം വേറെ അർത്ഥമുണ്ടോ? എനിക്ക് അത് തീരെ പറ്റൂല, അതും പറയാലോ. നീ കഥകളിക്കോട്ട് തന്നെ വയ്ക്കുള്ളൂ. അങ്ങനെ
അല്ല മറ്റുള്ള ആൾക്കാർ പറയും കാശ് അതിന് കൂടുതലാണ്, അങ്ങനെ പൊക്കൂടെ എന്നൊക്കെ ചോദിക്കുന്ന സംഭവം ശരിയാണ്. അല്ല, കാശ് മാത്രമല്ലല്ലോ സാമ്പത്തികം മാത്രമല്ല, കഥകളിക്ക് കൊട്ടുന്ന സുഖം എന്തായാലും. ഈ ചില ചെണ്ട വിദ്വാൻമാർ പറയണ കേട്ടിട്ടുണ്ട്, ഈ കഥകളിക്ക് നമ്മൾ കൊട്ടുമ്പോൾ വേഷക്കാരെയും പാട്ടുകാരെയും ഒക്കെ നോക്കിയിട്ട് വേണം. ഇത് ഞാൻ എൻ്റെ തായമ്പകയാണെന്ന് വെച്ചാൽ എനിക്കിഷ്ടമുള്ളത് കൊട്ടി നിറയ്ക്കാലോ, അത് നല്ല രീതിയിലാണ് പറയണത് കേട്ടിട്ടുള്ളത്. അപ്പോൾ ഞാൻ അതുകൊണ്ടാണ് ഇത്രയും അനുഭവം ഞാൻ പറഞ്ഞു. ഏതൊക്കെ തരത്തിലാണെന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, കലാമണ്ഡലം നന്ദകുമാറിനെ ശരിക്കും അടയാളപ്പെടുത്തുന്നത് ഈ കൈക്ക് കൂടുന്നതിലുള്ള നിഷ്കർഷത. അത് തന്നെയാണ് ഈ കഥകളി ലോകത്ത് നിങ്ങളുടെ ഒരു പേര് കൊത്തിവെക്കാനുള്ള കാരണം. അപ്പോൾ അത്തരം ആൾക്കാർ കൂടുതൽ അവനോൻ്റെ കയ്യിലുള്ളത് പ്രേക്ഷകർക്ക് കൊടുത്തുകൊണ്ടിരിക്കും. ആ കൊടുക്കുന്ന കൂട്ടത്തിൽ തായമ്പക കണ്ടിട്ടില്ല. അതുകൊണ്ടാണ് അങ്ങനെ ഒരു അന്വേഷണം നടത്തിയത്. ഇപ്പോൾ നേരത്തെ പരാമർശിച്ചിട്ടുള്ള പലരും അതേ തായമ്പക ധാരാളം അവതരിപ്പിക്കണ കണ്ടിട്ടുണ്ട്. അതൊന്നും ഇപ്പോൾ ഗുരുക്കന്മാരെന്നെ, അതൊന്നും ഇപ്പോൾ നന്ദകുമാറിൻ്റെ കാര്യത്തിൽ കണ്ടിട്ടില്ല. അതാണ് ഇങ്ങനെ ഒരു അന്വേഷണം നടത്തിയത്. അല്ല, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ കഥകളിയോടുള്ള ഒരു അതിൽ മാത്രം അങ്ങനെ ഞാൻ പഠിച്ചത് കഥകളി കൊട്ടാണ്. തായമ്പക ഇപ്പോൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ അത് ഈ കഥകളി കൊട്ടിൻ്റെ ഭാഗമായിട്ട് ഒരു കുട്ടി തായമ്പക, കലാമണ്ഡലത്തിൽ പിള്ളേർ കുട്ടി തായമ്പക എന്ന് പറഞ്ഞു. അതായത് ഈ തായമ്പക പഠിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ സാധനങ്ങൾ മുഴുവനാണ് കഥകളിക്കുള്ളത്. കഥകളി പ്രാന്ത് മതി. അതെ, അപ്പോൾ കഥകളിക്ക് മതി. കഥകളി അതായത് സുഖം. എനിക്കറിയാം ഈ പറഞ്ഞ മാതിരിക്ക് ഇപ്പോൾ വേഷക്കാർക്ക് ഇന്നയാൾക്ക് ഇന്നമാതിരിക്ക് ഓട്ടണം, അത് നമ്മൾ പഠിക്കുക. ഇപ്പോൾ ഗോപേശൻ്റെ ആണെച്ചാൽ ഗോപേശൻ ഇന്നമാതിരിക്കാണ് കാണിക്കണമെന്ന് വെച്ചാൽ നമ്മളത് മനസ്സിലാക്കിയിട്ട് പോവുക. അല്ലെങ്കിൽ ഏത് വേറൊരു നടനാണെന്ന് വെച്ചാൽ ആ നടൻ്റെ സമ്പ്രദായങ്ങൾ എന്താണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. അദ്ദേഹത്തിന് അല്ലെങ്കിൽ നമുക്ക് അത് അറിയില്ലെങ്കിൽ അദ്ദേഹത്തെ പോയി ചോദിക്കുക. അങ്ങനെ കഥകളിക്ക് തായമ്പ പറഞ്ഞ നേരത്തെ കൃഷ്ണൻ പറഞ്ഞത് ശരി തന്നെയാണ്. തായമ്പ കൂട്ടുമ്പോൾ ആരും പേടിക്കേണ്ട, ആരുടെ ഇല്ല. ഇപ്പോൾ എങ്ങനെ കൂട്ടിയാലും അത് എൻ്റെ വഴി അങ്ങനെയാണെന്ന് പറയാൻ വേണമെങ്കിൽ കഥകളിക്ക് കൂട്ടി ചിലപ്പോൾ അത് എൻ്റെ വഴി എന്ന് പറയാൻ പറ്റില്ല, ചോദ്യം വരും. തീർച്ചയായിട്ടും. പിന്നെ ചില മാറ്റങ്ങളൊക്കെ വരും. ചിലപ്പോൾ അഷ്ടകലാശം കൂട്ടുമ്പോൾ നമ്മൾ നമ്മുടെ വഴിക്ക് കൊട്ടുന്ന അങ്ങനെ അല്ലാണ്ട് ഇപ്പോൾ അടന്ത ഇരട്ടി ചെമ്പട ഇരട്ടി ഒന്നും മാറ്റി കൂട്ടാൻ പറ്റില്ല. ഒരു വട്ടമജലാസാണ് നമുക്ക് എന്തെങ്കിലും ഒരു ഇത് ചെയ്യാം. ഒരു പൊടിക്കൈ അഡ്ഡം കിടന്ന് കാണിച്ചാൽ അങ്ങനെ കൊട്ടാം. അല്ലാണ്ട് ഒരു ചെമ്പ ഇരട്ടി ഒരു അടന്ത ഇരട്ടി മാറ്റി കൊട്ടാൻ പറ്റില്ല. തായമ്പ പറഞ്ഞാൽ എന്ത് പറഞ്ഞാൽ കൊട്ടാം, എന്ത് പറഞ്ഞാൽ കൊട്ടാം. അങ്ങനെ സ്വതന്ത്രമായിട്ട് കൊട്ടാനുള്ളൊരു സാധനം തന്നെയാണ് തായമ്പ. ഞാൻ ഈ പറഞ്ഞ മാതിരിക്ക് കഥകളിക്കാണ് കൂടുതലും അന്നും ഇന്നും. കുട്ടിക്കാലത്ത് തായമ്പ കൊട്ടിയില്ല എന്ന് പറയാൻ പറ്റില്ല. അതില്ല. ഞാനതാ കുട്ടിക്കാലം കഴിഞ്ഞിട്ടുള്ളൊരു കാര്യമാണ് ചോദിച്ചത്. ഈ കഥകളി ലോകത്ത് വന്നതിന് ശേഷമാവില്ലേ ഈ ഇന്ത്യയുടെ ഉള്ളിലുള്ള പല സംസ്ഥാനങ്ങളിലേക്കും യാത്ര ചെയ്യേണ്ടി വന്നത്? ഒക്കെ ഇന്ത്യയുടെ പുറത്ത് ഈ കഥകളിയായിട്ട് ബന്ധപ്പെട്ടിട്ടാവില്ലേ? തീർച്ചയായിട്ടും അല്ലേ? മിക്കവാറും ഈ എല്ലാ ആശാന്മാരുടെയും സ്നേഹമൊക്കെ കിട്ടിയിട്ടുള്ള ആളാണ്. അതെ അതെ അതെ. വിദേശയാത്ര പറഞ്ഞ് രാമുണ്ണിയാശൻ്റെ ഒപ്പം പോയി. അബ്ദുള്ളാശൻ്റെ മൊത്തത്തിലങ്ങ് അബ്ദുള്ളാശനൊന്ന് 60-65 വയസ്സൊക്കെയാണ് സമയം. എനിക്ക് 24 വയസ്സാണെന്ന് ആലോചിച്ചൊക്കെ ഒരു അന്തരം. അപ്പോൾ അത് അതെന്നെ പറഞ്ഞു. വിദേശയാത്ര അനുഭവത്തിൽ പോയിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ പോയിട്ട് ഞാൻ പാരീസിലാണ്. 14 തവണ പോയിട്ടുണ്ട് പാരീസിൽ. 14 തവണ. ചിലപ്പോൾ വേറെ ആരും ഇത്ര തവണ പോയില്ല. അല്ല, ആരും കൂടുതൽ പോയ ആൾക്കാരൊക്കെ ഉണ്ടല്ല അവരല്ലേ. പക്ഷേ പാരീസിലും കൂടുതൽ 14 തവണ പോയത് ഞാൻ പോയിട്ടുണ്ട്. മറ്റൊരു പോയിട്ടുണ്ടെന്ന് എനിക്ക് അറിയില്ല കേട്ടോ. ഞാൻ ആദ്യം പറഞ്ഞല്ലോ ഹോങ്കോങ് പറഞ്ഞല്ലോ. ഹോങ്കോങ് തീർച്ചയായിട്ടും. പിന്നെ അത് ആ യാത്രയാണ് എൻ്റെ ജീവിതത്തിൽ വേറൊരു വഴിത്തിരിവ് ഉണ്ടാക്കി തന്നത്. അതായത് ഒരുപാട് വിദേശയാത്രകൾ. അതായത് 2004 പോയിട്ട് ഞാൻ 94 പോയിട്ട് 96 മുതൽ തുടർച്ചയായിട്ട് 10-25 കൊല്ലം വിദേശയാത്ര പോയിട്ടുണ്ട്. അത് ഏറ്റവും കൂടുതൽ പോയത് ഫ്രാൻസിൽ മിഷേൽ പറഞ്ഞിട്ടൊരാളാണ്. അയാൾ കലാമണ്ഡലത്തിൽ എൻ്റെ ഒപ്പം പഠിച്ച ആളാണ്. വിജയാസൻ്റെ കളരിയിലായിരുന്നു അയാളുടെ ഭാര്യ ബ്രിജിത്ത് എന്ന് പറഞ്ഞിട്ടൊരു മോഹിനിയാട്ടക്കാരിയുണ്ട്. ഇവർ അവിടെ ഇവിടുത്തെ കലാമണ്ഡലത്തിൽ കുറച്ചൊക്കെ പഠിച്ചു പോയി അവിടെ ഒരു സ്ഥാപനം തുടങ്ങി. അങ്ങനെ അവരുടെ കെയർ ഓഫിലാണ് ഞാൻ 14 തവണ ഫ്രാൻസിൽ പോയത്. വേറെ ആരുടെയും കെയർ ഓഫിലല്ല. അങ്ങനെ മറ്റുള്ള രാജ്യം ഇപ്പോൾ ദുബായിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതില്ലേ തിരനോട്ടത്തിന് അങ്ങനെ മറ്റുള്ള രാജ്യങ്ങളിൽ പോയിട്ടുണ്ട്.
അതൊരു ഭാഗ്യം തന്നെ. തീർച്ചയായിട്ടും. അതായത് ഈ ഫൗണ്ടേഷൻ്റെയും ഈ അബ്ദുള്ളാശൻ്റെയും പോയി ആ ഒരു ഭാഗ്യം തന്നെയാണെന്നുള്ള ഞാൻ എൻ്റെ മനസ്സിൽ ഇപ്പോഴും ഉള്ളത്. ഈ സ്പിക്മേക്കായിട്ട് ബന്ധപ്പെട്ട് പോയിട്ടുണ്ടോ? പോയിട്ടുണ്ട്. ഹരിനാരായണൻ്റെ കലാമണ്ഡലം മറ്റുള്ള ആൾക്കാരെൻ്റെ ഓർമ്മയിലില്ല. പിന്നെ കലാമണ്ഡലം പ്രദീപിൻ്റെ സ്പിക്മേക്ക് പോയിട്ടുണ്ട്. ഒരു ദിവസം രണ്ട് രാവിലെ ഒരു പരിപാടി, വൈകുന്നേരത്തെ ഒരു പരിപാടി, അങ്ങനെ രണ്ടാളുടെ തന്നെ പോയിട്ടുള്ളൂ. രാമടേശൻ്റെ സ്പിക്മേക്ക് പോയിട്ടില്ല. അതിനുള്ളിൽ ഞങ്ങൾ കുറച്ച് അകൽച്ച വന്നു, ഞാൻ രാമടേശനായിട്ട്. അത് കഴിഞ്ഞ് ഇവിടെ പറയേണ്ട കാര്യമില്ല. എന്തായാലും അതെ, അത് ചിലൊരു ആശയത്തിൻ്റെ എന്താ വർത്തമാനത്തിൽ ചില ആൾക്കാർ കൂട്ടിക്കൊടുക്കാൻ കൂടുതലുണ്ടായി. ഒന്നും കൂടി അകൽച്ച വരുത്താൻ വേണ്ടി ശ്രമിക്കാൻ ആൾക്കാർ കുറവുണ്ടായി. അതെന്തായാലും അത് എൻ്റെ വഴിക്ക് പോയി. എന്നാലും എന്നോട് പിന്നെ ആശം പറഞ്ഞു, നീ അവൻ്റെ വേടത്തിന് കൊട്ടണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ കുറച്ച് കാലം അങ്ങനെ നടന്നു. അത് കഴിഞ്ഞ് ഞാൻ കൊട്ടി. അത് ഓർമ്മയുണ്ട്. തൃപ്പൂണിത്തറ പൂർണ്ണത്ര ഈശ്വര ക്ഷേത്രത്തിൽ ആശാൻ്റെ അവിടെ നിന്ന് ഞാൻ തിരിച്ചു കൊട്ടി. അങ്ങനെ ഒരു അല്ല, അതിപ്പോൾ അതിൻ്റെ കാരണമൊന്നും പറയാൻ നിൽക്കില്ല. അത് പറയാത്ത കുറേ പറയാം. അതവിടെ നിൽക്കട്ടെ. അത് നമ്മുടെ ഈ ഒരു കാര്യത്തിൽ അതിൻ്റെ ഒരു ആവശ്യം ഇല്ലയെന്ന് തോന്നുന്നു. അതുകൊണ്ട് നമ്മൾ അത്തരം വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങളിലേക്ക് നമ്മൾ കിടക്കണില്ല. മറ്റൊന്ന്, ഈ ഏകദേശം എന്താ പറയുക, നല്ലൊരു കാലത്താണ് ഇപ്പോൾ ഇങ്ങനെ, അതായത് ഒരു കലാകാരനെ സംബന്ധിച്ച് ഏറ്റവും നല്ലൊരു കാലത്താണ് ഇപ്പോൾ നന്ദുവിൻ്റെ ഒരു ജീവിതം ഉള്ളത്. ഇതിൻ്റെ ഇടയ്ക്ക് വല്ല സ്നേഹപ്രകടനങ്ങളോ അല്ലെങ്കിൽ അവാർഡ് പോലെ, അവാർഡ് എന്ന് ഞാൻ പറയുന്നത് പ്രശംസ, അങ്ങനെ ഗൗരവപ്പെട്ടിട്ടുള്ളത് എന്തെങ്കിലും? ഇല്ല, അവാർഡുകൾ എന്ന് പറഞ്ഞാൽ ശരിക്കും പറയാനുള്ള അവാർഡ് പറഞ്ഞാൽ കലാമണ്ഡലം കേശവനാശാൻ്റെ 2012 അവാർഡ്. ആ അവാർഡ് കിട്ടിയെന്ന് അറിഞ്ഞതിൻ്റെ പിറ്റേ ദിവസം ഞാൻ ആദ്യം ആശംസ അറിയിച്ചത് കലാമണ്ഡലം ഉണ്ണിരാജനാണ്. ഓ, അത് ശരി. വേറാരും എന്നെ വിളിച്ചില്ല. അല്ല, അത്ര വലിയ അവാർഡാണ്. എന്തായാലും കേശവേട്ടൻ്റെ അവാർഡ് കിട്ടുക എന്ന് പറഞ്ഞാൽ അതൊരു കഥകളി ചണ്ടാലി കേമനായിട്ടുള്ള ഒരാൾ അല്ലെങ്കിൽ സിനിമാ നടൻ, അദ്ദേഹത്തിൻ്റെ പേരിലൊരു അവാർഡ് എനിക്ക് കിട്ടിയെന്നുണ്ടെങ്കിൽ എൻ്റെ തലേദിവസം എനിക്ക് കിട്ടി. പിറ്റേ ദിവസം ആദ്യം ആശംസ അറിയിച്ചത് ഉണ്ണിരാജനാണ്. പിന്നെ വേറെ ആൾക്കാർ വിളിച്ചിട്ടില്ല എന്ന് പറയില്ല. കൂടുതൽ ആദ്യമായിട്ട് ആശംസ അറിയിച്ച അവാർഡ് എന്ന് പറയാം, അത്ര തന്നെയാണ്. പിന്നെ ബോംബെ, അതൊന്നും നമുക്ക് ഓർമ്മിപ്പിച്ചാൽ അതിൻ്റെ ഒരു ഇതൊന്നുമില്ല. ഏതാ ക്യാഷ് അവാർഡ് എന്ന് പറയാൻ ഒരു ബോംബെ കേളി രാമേന്ദ്രൻ പറഞ്ഞ, ചെറുപ്പിലെ ഒരു രാമേന്ദ്രൻ പറഞ്ഞ ആൾ, അവർ നമുക്ക് ഈ ശശി കപൂറിനെ എന്നൊക്കെ പൂച്ചണ്ടോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കിട്ടിയിട്ടുണ്ടെന്നല്ല. അതൊക്കെ അംഗീകാരങ്ങൾ. അതെ, അംഗീകാരം പറഞ്ഞാൽ നമുക്ക് ഒരു ഇത് എന്താ പറയുക, എന്തായാലും മൊമെന്റ് അല്ല. ശശി കപൂറിനെ എന്നൊക്കെ മേടിച്ചിട്ടുണ്ട്. പിന്നെ അവരുടെ മകള് എന്താ പേരിക്ക് ഓർമ്മയില്ല, അവരിൽ നിന്നൊക്കെ അങ്ങനെ ഇത് കിട്ടിയിട്ടുണ്ട്. അങ്ങനെ കുറേ ആൾ. അപ്പോൾ ഈ പറഞ്ഞില്ലേ ബോംബെ കേളി സഞ്ജന കപൂർ. ഓ, അത് ശരി. ശശി കപൂറിൻ്റെ മകള് സഞ്ജന കപൂറിനെ ഈ പറഞ്ഞവർക്ക് അംഗീകാരങ്ങൾ കിട്ടിയിട്ടുണ്ടെന്ന് പറയാം. അല്ല, അതൊക്കെ അംഗീകാരത്തിൻ്റെ വലിയ വലിയ വാക്കുകൾ തന്നെയാണ്, യാതൊരു സംശയവുമില്ല. മറ്റൊന്ന് ചോദിക്കാനുള്ളത്, ഈ ഞാൻ തുടക്കത്തിൽ പറഞ്ഞൊരു കാര്യമുണ്ട്. ഈ കൃഷി ആണ് നിങ്ങളുടെ കുടുംബത്തെ, അതായത് പാക്കാട്ടിലെ കുടുംബത്തിൻ്റെ ഒരു പ്രധാന കാര്യം. ഏതോ ഒരു വലിയൊരു മനുഷ്യൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്, കൃഷി ചെയ്യുന്ന ഒരാൾക്ക് ക്ഷമ വളരെ കൂടും എന്നുള്ളത്. അങ്ങനെ ക്ഷമ ഉള്ള ഒരാളാണ് നന്ദന്. എനിക്കിതുവരെ തോന്നിയിട്ടില്ല. എന്താ നന്ദന് തോന്നിയില്ല? ഇല്ല, ക്ഷമ ഇല്ല. എനിക്ക് ചില കാര്യങ്ങൾക്ക് മാത്രമേ ക്ഷമയുള്ളൂ. അത് ചില കൃഷി പണിയെടുക്കുമ്പോൾ അതിന് ക്ഷമയോട് കൂടി വൃത്തിയായിട്ട്. ചിലപ്പോൾ മറ്റുള്ള കാര്യങ്ങൾക്ക് കുറച്ച് ക്ഷമ കുറവാണ്. ചിലപ്പോൾ ഊണ് കഴിക്കാനാണ് അപ്പം ചോറ് കിട്ടണം. അതൊരു പ്രത്യേകത. അങ്ങനെയല്ല, നമ്മൾ എന്തിനാ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ അതപ്പോൾ തീർച്ചയായിട്ടും അതാ അങ്ങനെയാണ്. അത് ആ ക്ഷമല്യായ കഥകളി ലോകത്ത് വല്ല ബുദ്ധിമുട്ടും ഉണ്ടാക്കിയിട്ടുണ്ടോ? അത് ഈ പറഞ്ഞില്ലേ, ഇപ്പോൾ ഈ 1.5 മണിക്കൂറിൻ്റെ ദാനം 2.25 മണിക്കൂറായി പറഞ്ഞ ക്ഷമ ഉണ്ടാവില്ല. അത്രയേ ഉള്ളൂ. അല്ലാണ്ടുള്ള ക്ഷമക്കുറവൊന്നുമില്ല. ഞാൻ ആ കോഴിക്കോടൊക്കെ ബാലുവിജയം കൂട്ടിയിട്ട് ഞാൻ കരഞ്ഞിട്ടുണ്ട്. ഞാൻ എന്തിനാ ഇത് ചോദിച്ചതെന്ന് വെച്ചാൽ, ഈ കലാമണ്ഡലം തുടങ്ങിയ കാലത്ത് ഇപ്പോൾ പൊളിമുട്ടി തന്ന്, അതായത് ഞാൻ പറഞ്ഞത് കുഞ്ചുണ്ണിയാശാനാണ് പഠിപ്പിച്ചേച്ചാലും തുടക്കക്കാരൻ ഗുരുനാഥൻ എന്ന് പറഞ്ഞിട്ട് നേരെ മുമ്പിൽ ആദ്യം ആരാ പറയുക, കുഞ്ചുണ്ണിയാശാൻ നന്ദം പറഞ്ഞല്ലോ.
അങ്ങനെയാണെങ്കിലും ഒരു സ്ഥാപനത്തിൽ നമ്മൾ കലാമണ്ഡലം എന്നുള്ളൊരു പേര് വന്ന്, കലാമണ്ഡലം നന്ദകുമാറിന് കലാമണ്ഡലം എന്നുള്ള മുൻ അക്ഷരം വന്നപ്പോൾ അന്ന് പുളിമുട്ടി തന്ന് ഇത് പഠിപ്പിച്ച് തുടങ്ങുന്നത് അച്ചുണ്ണിപ്പു തോളാശാനാണ്. അതെ. അത് കഴിഞ്ഞ് ഇപ്പോൾ നോക്കുകയാണെന്ന് വെച്ചാൽ നിങ്ങൾ 4ാമത്തെ തലമുറയും ഇപ്പോൾ അവിടെ പഠിക്കുന്ന ഒരു 5ാമത്തെ തലമുറയും ഇങ്ങനെ നമ്മളൊരു അല്ല പഠിക്കുന്നവരല്ല പഠിച്ച് ഇപ്പോൾ ഇവിടെ ചെറിയ അധ്യാപകം കുറച്ച് അധ്യാപകരായിട്ടുണ്ട്. അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അതായത് ഇപ്പോൾ നന്ദു ബാലസുന്ദരനൊക്കെ 4ാമത്തേക്ക് നിങ്ങളെ പഠിപ്പിച്ചിട്ടുള്ള അല്ലെങ്കിൽ നിങ്ങളുടെ ആശാൻ ഉണ്ണിഷേട്ടനൊക്കെ ഉൾപ്പെടുന്ന കലാമണ്ഡലം ഉണ്ണികൃഷ്ണൻ എന്നുള്ള അദ്ദേഹമൊക്കെ ഉൾപ്പെടുന്നത് 3ാമത്തെ ബാച്ച്. അങ്ങനെയൊക്കെ നമ്മൾ കണക്കാക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ പറയണത് നന്ദു പഠിച്ചൊരു കാലം അത് ഈ അച്ചുണ്ണിപ്പു തോളാശാൻ്റെ നിന്ന് നേരിട്ട് കിട്ടിയ ഒരു കാര്യവും ഇപ്പോൾ ഉള്ളത് 5ാമത്തെ തലമുറ എന്നുള്ള കണക്കിന് ഞാൻ എടുക്കുമ്പോൾ ഈ പഠന രീതിയിൽ എന്താണ് നന്ദുവിന് തോന്നിയിട്ടുള്ളത്? ഞാൻ പറഞ്ഞ അതിലുള്ള എന്തെങ്കിലും നമ്മുടെ ഒരു കുറവായിട്ടോ, കുറവ് എന്നുള്ളതല്ല ഞാൻ പറഞ്ഞത്, അത് കൂടാനുള്ളൊരു വഴി എന്നുള്ളതാണ്. മാറ്റം എന്തായാലും ഉണ്ടാവും, മാറിക്കൊണ്ടേ ഇരിക്കുന്നത് തന്നെയാണ് മാറ്റം. അത് ഗുണപരമായിട്ടുള്ളതോ അല്ലെങ്കിൽ എന്തെങ്കിലും ദോഷം അതിൽ തോന്നിയിട്ടുണ്ടോ? ഇല്ല, അതെന്താ ഓരോ കാലഘട്ടത്തിൽ ഇപ്പോൾ അന്ന് കുട്ടിമാർക്കുള്ള സമ്പ്രദായങ്ങളല്ല ഇന്നത്തെ കുട്ടിൻ്റെ രീതി. അന്ന് മോശമായി എന്ന് പറയാനും പറ്റില്ല, ഇന്നിപ്പോൾ അതിഗംഭീരമായി എന്ന് പറയാൻ പറ്റില്ലെങ്കിലും ഓരോ കാലഘട്ടങ്ങളിലും വെച്ചാൽ നമ്മളെന്താ ഡെവലപ്പ് എന്ന് പറയില്ലേ, അത് വരുമ്പോൾ ഇപ്പോൾ ഒരു 3ാമത്തെ തലമുറ എന്ന് പറഞ്ഞാൽ 1-2 തലമുറ എന്ന് പറഞ്ഞാൽ ഒരുപാട് മാറ്റം 3ാം തലമുറയിലേക്ക് വന്നിട്ടുണ്ട്. ഉണ്ണിരാജൻ, ബലരാമാശൻ, കുഞ്ചനാശൻ അവരങ്ങൊക്കെ അങ്ങനെ ആകുമ്പോൾ അതിന് ചെറിയൊരു മാറ്റം കൊട്ടിൻ്റെ രീതിയിൽ വന്നിട്ടുണ്ട്, വഴികളിൽ തന്നെ വ്യത്യാസം വന്നിട്ടുണ്ട്. പിന്നെ 4ാം തലമുറ എന്ന് പറഞ്ഞാൽ ഞാൻ ബാലസുന്ദരൻ അല്ലെങ്കിൽ തകന രാമകൃഷ്ണനൊക്കെ വേണമെങ്കിൽ അതിൽ ഉൾപ്പെടുത്താൻ ഏകദേശം പറയാം. അത്ര മാറ്റം വന്നിട്ടുണ്ടെന്ന് കൂടുതൽ പറയാം. അല്ലെങ്കിൽ 3ാം തലമുറയിലാണ് കൂടുതലും മാറ്റം വന്നിട്ടുള്ളത്. തീർച്ചയായും ഉണ്ണിരാജൻ്റെയൊക്കെ കൂട്ടിൻ്റെ സമ്പ്രദായങ്ങളും ഒക്കെ ഒരുപാട്. പിന്നെ അതുകൊണ്ട് അതൊന്ന് കണ്ടിട്ട് നമുക്ക് മാറ്റം ഉണ്ടായി എന്നിപ്പോൾ എനിക്ക് പറയാൻ പറ്റില്ലല്ലോ. ഞാൻ കൂട്ടുന്നത് ഞാനൊക്കെ ആണെന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ മറ്റുള്ളവർക്ക് ഉണ്ടായിരിക്കാം. അല്ലെങ്കിൽ എന്തായാലും 5ാം തലമുറ അതിലും കുറച്ച് മാറ്റം വന്നിട്ടുണ്ട്. അതാണ് ഞാൻ ചോദിക്കുന്നത്, അതിൽ കാതലായിട്ടുള്ള മാറ്റം വന്നിട്ടുണ്ട്. അതായത് എന്താണെന്ന് ചോദിച്ചാൽ അപ്പോൾ അത് എങ്ങനെ പറയാൻ കാണിച്ചതരാനേ പറ്റുള്ളൂ. അപ്പോൾ അതിന് ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ഇനി മാറ്റം വരും കേട്ടോ, ഇല്ല എന്ന് പറയുന്നില്ല. അത് കഥകളി കൂടുതൽ 3ാം തലമുറയിൽ തന്നെയാണ് ഒരു കഥകളുടെ ഒരു സമ്പ്രദായം തന്നെ മാറി. കഥകളുടെ സമ്പ്രദായമല്ല ഉദ്ദേശിച്ചത്, അതിന്റെ സൗന്ദര്യ സങ്കല്പം. അതെ, സൗന്ദര്യ സങ്കല്പവും കൂട്ടിന്റെ സൗന്ദര്യവും അത് നന്നായി എന്നുള്ള പക്ഷല്ലേ ഉള്ളത്? തീർച്ചയായിട്ടും അല്ലേ? അതായത് ഞാൻ പറഞ്ഞത് ഇപ്പോൾ കഥകളിയുടെ മൊത്തം നമ്മൾ വേഷം എടുത്തു നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു 10-40 കൊല്ലം മുന്നത്തെ വേഷമല്ല ഇപ്പോൾ ഉള്ളത്. ആഹാരത്തിലെ മാറ്റം വന്നില്ലേ? അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഗുണപരമായിട്ടാണ് നമ്മൾ കണക്കാക്കുന്നത്, അല്ലേ? അതേമാതിരി തന്നെ ഇപ്പോൾ ഈ കൊട്ടുവഴിയിലും ഈ മാറ്റം വരുന്നത് അതിൻ്റെ സൗന്ദര്യത്തിന് കൂടുതൽ ഊന്നൽ കൊടുത്തും കൊണ്ടും, അല്ലേ, ഗാംഭീര്യം കൂട്ടിയും കൊണ്ട് അങ്ങനെയാണല്ലോ ഇപ്പോൾ വന്നിട്ടുള്ളത്. അപ്പോൾ എന്തായാലും അത് ഗുണപരമായിട്ട് നമുക്ക് കണക്കാക്കേണ്ട ആവശ്യമുള്ളൂ. അതെ 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 തീർച്ചയായിട്ടും. മോശമെന്നുള്ള യാതൊരു അഭിപ്രായം എനിക്കില്ല. മാറ്റങ്ങളിന് ഓരോ കാലഘട്ടങ്ങളിലും മാറ്റങ്ങൾ തന്നെയാണ് വന്നുകൊണ്ടിരിക്കണമെന്നാണ് എനിക്ക്. ഞാൻ തുടക്കത്തിൽ ചോദിക്കാൻ വിട്ടുപോയൊരു കാര്യമുണ്ട്, ഈ അച്ഛനും അമ്മയും ഇപ്പോൾ ഉണ്ടോ? അച്ഛൻ മരിച്ചത് 3.5 കൊല്ലമായി. അമ്മ ഉണ്ട് അല്ലേ? ഏട്ടന്മാർ 2 പേരും ഉണ്ട്. ഏട്ടന്മാർ 2 ആളുണ്ട്. ഒരാൾ മറ്റേ കൃഷിപ്പണിയായിട്ട് തന്നെ അല്ല, അദ്ദേഹം ഒരു 10-20 കൊല്ലം ഗൾഫിലായിരുന്നു. 2 ഏട്ടന്മാരും ഗൾഫിലായിരുന്നു. മതിയേക്ക് പോന്നു. 2ാമത്തെ ജ്യേഷ്ഠന് കുറച്ച് സുഖമില്ലാത്ത ഇപ്പോൾ പിന്നെ അദ്ദേഹം പോയില്ല. അപ്പോൾ അദ്ദേഹം ഇപ്പോൾ നാട്ടിലൊരു ചെറിയ പണി കടയിൽ ജോലി ചെയ്യുന്നുണ്ട്. മൂത്താള് വലിയ ജ്യേഷ്ഠൻ ഉണ്ണികൃഷ്ണൻ പറഞ്ഞില്ലേ, കുറച്ച് പ്രാന്തൻ്റെ പറഞ്ഞില്ലേ, പ്രാന്തമുള്ള ആള് ഇപ്പോൾ പശു കൃഷി തന്നെയാണ്. ഇപ്പോൾ 2 പശുവുണ്ട്, കൃഷി. എനിക്കുണ്ട് കേട്ടോ പശു. ഞാൻ അത് പറയാൻ പറഞ്ഞു. ഞാൻ ആ കാർഷിക വൃത്തിയിലേക്കാണ് വരുന്നുണ്ടോ? ഞാൻ അതാണ് ഞാൻ ചോദിക്കാൻ പറഞ്ഞത്. അപ്പോൾ ഈ കൃഷിയും ഈ കഥകളി ലോകം കൂടിയിട്ട് എങ്ങനെ നിങ്ങൾ ഒന്നിച്ച് കൊണ്ടുപോകാറ്? ഞാൻ ചോദിക്കുന്നത്, ഇപ്പോൾ ഈ കൃഷിയുടെ ഒരു അവസ്ഥ എന്ന് പറഞ്ഞാൽ അതാത് കാലാവസ്ഥക്കനുസരിച്ചും കൂടിയൊക്കെ ഏത് മുന്നിലേക്ക് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അതേ സമയത്ത് കഥകളിയിലും തിരക്ക് വന്നാൽ ഇതും കൃഷി നടിയിൽ മാറ്റി വയ്ക്കാൻ പറ്റില്ല. ഇങ്ങനെയുള്ള പ്രതിബന്ധം വരുമ്പോൾ എങ്ങനെയാണ് അതിനെ ഒന്ന് മാനേജ് ചെയ്യാറുള്ളത്? അത് കൃഷി എനിക്ക് വേനൽക്കാലത്തുള്ള കൃഷി പരിപാടി ഇല്ല.
വേനൽക്കാലമായി രണ്ട് കാര്യമുണ്ട്. ഞാൻ ഇപ്പോൾ എൻ്റെ കഥകളുടെ തിരക്കുകൊണ്ടാണ് ഞാൻ കൃഷി ചെയ്യാത്തത് അങ്ങനെ വിചാരിക്കണ്ട. വെള്ളത്തിൻ്റെ ഒരു കുറവ്, വെള്ളത്തിൻ്റെ പ്രശ്നം നല്ലതുണ്ട്. കാരണം ഇന്ന് നനച്ചാൽ നാളെ രാവിലെ ചെല്ലുമ്പോഴേക്കും അതേപോലെ തന്നെ ആയിരിക്കും. അതെ അതെ. അപ്പോൾ കൂടുതൽ കൃഷിപ്പണി മഴക്കാലത്താണ്. മഴക്കാലത്ത് വേറെ തിരക്കുമില്ല, കഥകളി എണ്ണം കുറയും. വേനൽക്കാലം ആകുമ്പോൾ കൃഷി ചെയ്ത് കാര്യമില്ല. പിന്നെ എന്താ വെച്ചാൽ ഈ പറഞ്ഞ പോലെ മയില്, പന്നി ഇല്ലേ, കറുപ്പൻ അങ്ങനെയുള്ള ആൾക്കാരൊക്കെ ഇല്ലേ, ക്ഷുദ്രജീവികൾ, അവരെ കൊണ്ടുള്ള ശല്യം ഭയങ്കരമാണ്. അങ്ങനെ കൂടുതൽ മഴക്കാലത്ത് തന്നെയാണ്. ഞാനിപ്പോൾ ഇന്ന് രാവിലെ ഇപ്പോൾ ഇതായി ഇതിൽ വരുമ്പോൾ തന്നെ രാവിലെ പാടത്ത് ഞാറൊക്കെ അത് പറഞ്ഞിട്ടുണ്ടാവും തോന്നുന്നു. കൃഷിപ്പണിയാണ്, അത് കുട്ടിക്കാലം പോലെ അങ്ങനെ ശീലിച്ചാണ്. പിന്നെ ദാരിദ്ര്യം കുട്ടിക്കാലത്ത് നല്ല ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഈ പറഞ്ഞായിരിക്കും. പിന്നെ എൻ്റെ ഇടയിൽ ഞാൻ വേറൊന്നും പറയണമെന്ന് വിചാരിച്ച് ഈ കൃഷിപ്പണി എന്ന് പറഞ്ഞപ്പോൾ ഒന്നും പറയണത്. കാരണം അവിടെ നിന്ന് കോഴ്സ് കഴിഞ്ഞിട്ട് ഇരിയാലക്കുടയിൽ നിന്ന് കോഴ്സ് കഴിഞ്ഞിട്ട് സ്കോളർഷിപ്പ് ഞാൻ പറഞ്ഞല്ലോ, അതിപ്പോൾ ആശാൻ്റെ അടുത്ത് പഠിക്കണമെന്ന് വേണ്ട, പേപ്പർ ഒപ്പിട്ട് അങ്ങോട്ട് അയക്കുക, പൈസ മേടിക്കുക, അത്രയേ ഉള്ളൂ. ഇങ്ങനെ ഇരിക്കുന്നത് ഇപ്പം പ്രോഗ്രാമുകൾ ഭയങ്കര കുറവായിരുന്നു. അങ്ങനെ ഞാനും എൻ്റെ സുഹൃത്ത് ബാലചന്ദ്രൻ എന്ന് പറഞ്ഞില്ലേ, ഞങ്ങൾ 2 പോത്തുകളെ വാങ്ങി. അച്ഛൻ എരുമ ഒഴിവാക്കി കഴിഞ്ഞപ്പോൾ ഞങ്ങൾ രണ്ടാളും വാണിയകുളം ചന്തയിൽ പോയിട്ട് ഈ 2 പോത്തുകളെ വാങ്ങി. എന്നിട്ട് സർവ്വ ആൾക്കാർ ബാലചന്ദ്രൻ്റെ ഭാഗത്താണ്, ഞാൻ അങ്ങോട്ട് പോവും. എൻ്റെ ഏരിയയിലാണെങ്കിൽ ബാലചന്ദ്രൻ കന്നുകൊണ്ട് പോത്തുകളെ കൊണ്ട് ഇങ്ങോട്ട് വരും. അങ്ങനെ പൂട്ടി നടന്ന് ഒരു കാലം ഉണ്ടായിരുന്നു. അതൊന്നും സത്യം പറഞ്ഞാണല്ലോ, ഇന്ന് ആലോചിക്കുമ്പോൾ. അല്ല, ഞാൻ പറഞ്ഞ ഇപ്പോൾ ഉള്ള കഥകളി ലോകത്തേക്ക് വരുന്നവർക്ക് ഈ അനുഭവം വളരെ കുറവാകും. തീർച്ചയായിട്ടും ആർക്കുമില്ല. ഇന്ന് കാണുന്നത് പഠിക്കുന്ന ആൾക്കാർക്ക് തന്നെ കാറാണ്. പിന്നെ ഇപ്പം കഞ്ഞി പറയും 8ാം ക്ലാസ്സിൽ വരുമ്പോൾ കാറുണ്ടാകും പഠിക്കാൻ വരുന്ന കാലഘട്ടം. അന്ന് കഞ്ഞി കുടിക്കാൻ കൊച്ചുണ്ണേട്ടൻ്റെ കടയിൽ പോയിട്ടൊരു ഉള്ളിയോടെ തിന്നാൻ 40 വയസ്സ് 30 വയസ്സിട്ടാണ്. അതിനും കൂടി വിധിയില്ലാത്ത കാലമായിരുന്നു പഠിക്കുന്ന കാലത്ത്. ബുദ്ധിമുട്ടുള്ള കാലം, അത്ര ദാരിദ്ര്യമായിരുന്നു. അങ്ങനെ കഷ്ടപ്പെട്ട് പഠിച്ച തന്നെയാണ്. കഷ്ടപ്പെട്ട് ആ ഓർമ്മ തന്നെയാണ് ഇന്ന് രാവിലെ വരെ ഞാൻ സൂക്ഷിച്ചിട്ടുള്ളത്. അതെ, ആ കൃഷിപ്പണി പോയിട്ട് വന്നിരിക്കുന്നത്. ഇനി ഇത് കഴിഞ്ഞാൽ നേരെ അങ്ങോട്ടാണ് പോണേ. ഇപ്പോൾ താമസം ഈ മാങ്ങോട് അമ്പലത്തിൻ്റെ അടുത്ത്, മാങ്ങോട്ടാവിൻ്റെ അടുത്താണല്ലോ താമസമുള്ളത്. കുടുംബത്തിൽ ആരൊക്കെയാണ് ഉള്ളത്? ഞാൻ മാങ്ങോട് വീട് വെക്കാൻ എന്താ കാരണം അത് ചോദിച്ചില്ലെങ്കിലും ഞാൻ അതിനുള്ള കാരണം പറയാം. വെച്ചാൽ എൻ്റെ വീടിൻ്റെ പരിസരം മുഴുവൻ റബ്ബർ എസ്റ്റേറ്റാണ്. എൻ്റെ അല്ല, നാട്ടുകാരുടെ. അപ്പോൾ അതിൽ പിന്നെ ഏട്ടന്മാരൊക്കെ വീട് വെച്ച് വേറെ പോയി. പിന്നെ വേറെ അവരിൽ അച്ഛനും അമ്മയുള്ളൂ. ഞാൻ അവിടെ ഒറ്റയ്ക്ക് താമസിക്കാൻ ബുദ്ധിമുട്ട്. കാരണം വെച്ചാൽ നമുക്ക് പ്രോഗ്രാം ഉണ്ടാവുകൊണ്ട് രാത്രി ബുദ്ധിമുട്ടല്ലേ. അപ്പോൾ വൈഫിനെ ഒറ്റയ്ക്ക് അവിടെ കടത്താൻ പറ്റില്ല. അടുത്തത് ആരുമില്ല, 1-2 ഹരിജനങ്ങളാണുള്ളത്. അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷനിലാണ് ഞാൻ അവിടുന്ന് ക്രൂട്ടൂരിന്ന് മാങ്ങോട്ടേക്ക് പോകുന്നത്. അപ്പോൾ വൈഫിൻ്റെ അച്ഛൻ സ്ഥലം തരാമെന്ന് പറഞ്ഞു. കാശെടുത്ത് മേടിച്ചൊന്നുമല്ല, ഇവർ തന്ന്. അങ്ങനെ ഞാനും ഭാര്യ, ഒരു പെൺകുട്ടിയുള്ളൂ. ഇവിടെ MSc കഴിഞ്ഞ് കല്യാണം കഴിഞ്ഞ ജനുവരി 17-ാം തീയതി കല്യാണം കഴിഞ്ഞു. ഒരു കുടുംബസമേതം ഞങ്ങളുടെ നാട്ടുകാരാണ്, തിരുവാരൂരുകാരാണെങ്കിലും അവർ ജോലി ഫാമിലി, മരുമകൻ്റെ ഫാമിലിയൊക്കെ അച്ഛനും അമ്മയൊക്കെ അവിടെ ജോലിക്കാരാണ്. മോളെ കൂടെ കൊണ്ടുപോയി. ഇവിടെ ആന്ധ്രയിലോ ഹൈദരാബാദ്, ഭോപ്പാൽ പ്രദേശത്ത്. ഇപ്പോൾ അവിടെ B.Ed പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ 8, 9, 10 ക്ലാസ് സ്കൂളിൽ പഠിപ്പിക്കാനും പോകുന്നുണ്ട്. അവിടെ ഓൺലൈനാണ്, കോളേജിൽ പോകേണ്ടതൊന്നുമില്ല. നമ്മൾ മണിക്ക് ദിവസം കോളേജിൽ പോവുക, അല്ലെങ്കിൽ ഡിഗ്രി +2 വരെ സ്കൂളിൽ പോകേണ്ട അവിടെ. അത് ശരി. ഡിഗ്രി മുതൽ ഓൺലൈനിൽ പഠിച്ചാൽ പരീക്ഷ ഫീസ് അടയ്ക്കുക, പരീക്ഷ എഴുതുക. അതേമാതിരിക്ക് ഇപ്പോൾ 8, 9, 10 പഠിപ്പിക്കാൻ പോകുന്നുണ്ട് മോള്. ഞാൻ ഓൺലൈനിൽ B.Ed പഠിക്കും. അപ്പോൾ ഇപ്പോൾ വൈഫുണ്ട് അവിടെ അല്ലേ? ഈ ഞാനിങ്ങനെ ഓറലായിട്ട് ഇപ്പം നന്ദുവിനെ വ്യക്തിപരമായിട്ട് അറിയാമെന്നുള്ളത് എനിക്കുള്ള കാര്യമാണ്. പക്ഷെ ഇത് രേഖപ്പെടുത്തുമ്പോൾ ഈ നന്ദുവിൻ്റെ ബാക്കിയുള്ളതും കൂടിയും രേഖപ്പെടുത്തുന്നുള്ളതുകൊണ്ടാണ് ഈ അച്ഛൻ്റെയും അമ്മയുടെയും ഏട്ടന്മാരുടെയും ഇപ്പോൾ നന്ദുവിൻ്റെ ഭാര്യയുടെയും മകളുടെ ഭർത്താവിൻ്റെയും പേരും കൂടി ഒന്ന് പരാമർശിച്ചാൽ രേഖപ്പെടുത്തുന്നതിന് എളുപ്പമുണ്ടാവും. എൻ്റെ ഭാര്യയുടെ പേര് ശ്രീലത. മകളുടെ പേര് ദീപിക നന്ദൻ എന്നുള്ളതാണ്. ആദ്യം ദീപിക എന്നായിരുന്നു. പിന്നെ കുറേ ആൾക്കാർ പറഞ്ഞാൽ അച്ഛൻ്റെ പേര് കൂടെ ചേർക്കണം പറഞ്ഞു. അത് ചേർക്കാൻ വേണ്ടി വീണ്ടും ഒറ്റപ്പാലത്ത് പോയി. അങ്ങനെ ദീപിക നന്ദനാക്കി. മരുമകൻ്റെ പേര് തേജസ്. ഗ്രാമീൺ ബാങ്ക് മാനേജറാണ് അവിടെ മധ്യപ്രദേശിൽ. ഗ്രാമീൺ ബാങ്ക്, നമ്മുടെ മലബാർ ഗ്രാമീണ ബാങ്ക് പറയാം. അവിടെ മധ്യപ്രദേശ് ഗവൺമെൻറ്റിൻ്റെ ഗ്രാമീൺ ബാങ്ക് മാനേജറാണ്.
അച്ഛനും അമ്മയും ഒക്കെ അവർ കലക്ടറേറ്റിലാണ്. അച്ഛൻ, അമ്മ ഹയർ സെക്കൻഡറി ടീച്ചറാണ്. ഓക്കെ. നമ്മുടെ ഫാമിലി മരുമാവൻ്റെ അനിയത്തി ഇളകുട്ടി ഡിഗ്രി പഠിച്ചുകൊണ്ടിരിക്കണം. പിന്നെ അമ്മ അവിടെ പുറൂട്ടൂരാണ്. അപ്പോൾ ഞാൻ തറവാട്ടിലാണ്. അതെ, അച്ഛൻ മരിച്ചതിന് ശേഷം കൂടുതലും അമ്മയുടെ അടുത്താണ്. ഇവിടെ ഉച്ചയ്ക്ക് വരും, ഊണ് കഴിക്കും, കുറച്ച് നേരം കിടക്കും, ഒരു 5 മണിയായാൽ വീണ്ടും നമ്മുടെ അടുത്തേക്ക് പോകും. ആ ഏട്ടന്മാരാരും നോക്കില്ല, രണ്ടാളും നോക്കില്ല എന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ അമ്മയുടെ അടുത്ത് അങ്ങോട്ട് പോരുമില്ല. അപ്പോൾ എന്തായാലും നമ്മൾ ഒന്നില്ലെങ്കിൽ ആരാ മരിക്കാന്ന് ഇപ്പോൾ കൃത്യമായിട്ട് അറിയില്ല. ഞാനാ മരിക്കാൻ, ഞാൻ അമ്മയെ മരിക്കാന്ന് വെച്ചില്ല. എന്തായാലും നമുക്ക് പറ്റുന്ന കാലം. അതെ. അപ്പം ഞാൻ അങ്ങനെയാണ്. ഇപ്പോൾ നമുക്കിപ്പോൾ എൻ്റെ വീട്ടിൽ കിടക്കാൻ മോഹൻലായിട്ടൊന്നുമല്ല, ഞാനും എല്ലാവരും വേണ്ടേ. അപ്പോൾ ഫാമിലി ഇപ്പോൾ അങ്ങനെയാണ്. അപ്പോൾ അച്ഛൻ മരിച്ച് അമ്മ ഒറ്റയ്ക്കാണ്. അപ്പോൾ ഈ ഇത്ര കാലമായിട്ട്, അതായത് 85-ലല്ലേ കലാമണ്ഡലത്തിൽ ചേർന്നു എന്ന് പറഞ്ഞ് അല്ലേ? 85. ഈ 85 മുതൽ 2004 വരെ നോക്കുമ്പോൾ ഒരുപാട് മാറ്റങ്ങൾ എല്ലാ മേഖലയിലും വന്നിട്ടുണ്ട്. ഞാൻ പറഞ്ഞത് കഥകളിയിലും ഒരുപാട് മാറ്റം വന്നിട്ടുണ്ട്, ആസ്വാദനത്തിൽ മാറ്റം വന്നിട്ടുണ്ട്, ഒക്കെ ഉണ്ട്. ഇനിയും ഒരുപാട് മാറ്റം വരികയും ചെയ്യും. വരും അത് ഉറപ്പാണല്ലോ. അപ്പം അതിൽ ഈ ഇപ്പം നമ്മൾ ഈ വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഇത് കാണുന്ന പ്രേക്ഷകർക്ക് നന്ദുവിന് എന്തെങ്കിലും ഒരു അഭിപ്രായം പറയാൻ തോന്നുന്നുണ്ടോ? അതായത് കഥകളി മേഖല, അതിൽ വരുന്ന ചെണ്ട എന്നുള്ളൊരു വിഭാഗം ഇതിനെ കുറച്ചും കൂടി ഒരു മേന്മയാക്കി കൊണ്ടുവരും വേണം. അതിൽ എന്താണ് നന്ദുവിന് തോന്നിയിട്ടുള്ളത്? ഞാനിപ്പോൾ എന്തായാലും മറുപടി പറയാ. ഉപദേശം എന്നല്ല ഞാൻ പറഞ്ഞ, ഉപദേശത്തിൻ്റെ ഒന്നും കാര്യമില്ല, അത് ഓരോരുത്തർക്ക് തോന്നുന്ന വഴിയാണ്. ഇത് ഗുണപരമായിട്ട് മാറാൻ തീർച്ചയായിട്ടും അത്ര തന്നെ. ഞാൻ പറഞ്ഞാൽ ചിലപ്പോൾ കൂടുതൽ എനിക്ക് അതിനെപ്പറ്റി ഒന്നും പറയാൻ, കൂടുതൽ ഗുണമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളൂ. ഇനി മാറ്റം വരികയും ചെയ്യും. തീർച്ചയായിട്ടും വരും. അല്ല, ഓരോ കുട്ടികൾ പഠിച്ചു വരുമ്പോഴും അവർ എനിക്ക് ചെയ്യണ കണ്ടാൽ നമുക്ക് തന്നെ അത്ഭുതമായിട്ട് തോന്നും. അങ്ങനത്തെ ഒരു തലമുറയാണ് ഇപ്പം ഇനി വരാൻ പോണത്, വന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ പിന്നെ കലാമണ്ഡലത്തിൽ പഠിക്കുന്ന പിള്ളേരിനെ എന്ത് കൊട്ടാ കൊട്ടണ സംശയമില്ല. ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്. എങ്കിലും അതുകൊണ്ട് ഞാൻ അതിൻ്റെ കേമത്താന്നുള്ളത് പറയാനില്ല. അപ്പോൾ മുനിരാശൻ പഠിപ്പിച്ചിട്ടുണ്ട്, ബലരാമശൻ പഠിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെയാണ് ഇപ്പോൾ ഞാനും ആനന്ദൊക്കെ ഈ നിലയ്ക്ക് എത്തിയതല്ലോ. അതെ അതെ. അവരുടെ പഠിപ്പും അവരുടെ കൊട്ടും കണ്ടിട്ടും അല്ലെങ്കിൽ മറ്റുള്ള ആശാന്മാർക്ക് കൊട്ടിയിട്ടും. അപ്പോൾ അതുകൊണ്ട് ഇനിയുള്ള തലമുറ അതിലും ഒരുപാട് മാറ്റങ്ങൾ വരാനുള്ള സാധ്യത ഒരുപാടുണ്ട്. ഈ ഇത്രയും നേരം അല്ല, എനിക്ക് കൃഷ്ണൻ ചോദിക്കാത്തൊരു കാര്യം കൂടി പറയൂ. തായമ്പയ്ക്ക് എന്താ പോകാത്തതെന്ന് ചോദിച്ചില്ലേ? ഈ കഥകളി കൊട്ടിയിട്ടുണ്ടാക്കിയതാണ് ഞാൻ ഈ കാണുന്ന 2000 സ്ക്വയർ ഫീറ്റുള്ള വീട്. കഥകളിക്ക് കൊട്ടി മാത്രം ഉണ്ടാക്കിയത്. കൃഷിപ്പണി ഉണ്ടാക്കിയില്ല എന്ന് പറയാൻ പറ്റില്ല. കൊറോണ കാലത്തൊക്കെ ഞാൻ 20,000-30,000 റുപ്യ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. ഇല്ല എന്ന് പറയുന്നില്ലേ. കൊറോണയ്ക്ക് നല്ല കാശ് കിട്ടിയില്ല. കൊറോണ ഉണ്ടെങ്കിലും ശരി എൻ്റെ പച്ചക്കറിക്ക് നല്ല ചിലവായിരുന്നു. അതുകൊണ്ടല്ല ഞാൻ കഥകളിക്ക് കൊട്ടി ഉണ്ടാക്കിയതാണ് ഈ കാണുന്ന 2000 സ്ക്വയർ ഫീറ്റ്. ഞാൻ നേരത്തെ എങ്ങനെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു ഇത് കുട്ടിയിൽ ഇങ്ങനെ ഉണ്ടാക്കിയത് അല്ല. ഞാൻ ഈ തായമ്പകയിൽ പറഞ്ഞൊരു കാര്യം എന്താ വെച്ചാൽ, പല ചെണ്ട വിദ്വാൻമാർ അങ്ങനെ തന്നെയാണ് പറയുന്നത്. അവർ പറയുന്നൊരു കാര്യം എന്താ വെച്ചാൽ, ഈ വേഷക്കാർക്കനുസരിച്ച് പാട്ടുകാർക്കനുസരിച്ചൊക്കെ ഞാൻ കൊട്ടേണ്ടി വരുന്നത്. എനിക്കതല്ലാതെയും കൊട്ടാനുണ്ട്, അതായത് കൊട്ടി നിറയ്ക്കാനുണ്ട് എന്നുള്ളതാണ്. അത് അവനവൻ്റെ കയ്യിലുള്ളൊരു ബലാണത്. അങ്ങനെ പലവരും തായമ്പകയിലേക്ക് മാറിയിട്ടുണ്ടെന്നുള്ളത് ഞാൻ സൂചിപ്പിച്ചു. അത് ഇത് രണ്ടുമുണ്ട്. അതായത് തായമ്പക എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞവർക്ക് നേരത്തെ പറഞ്ഞാണ്, കൂടുതൽ പറയേണ്ടതില്ല. പിന്നെ സാമ്പത്തികത്തിൻ്റെ പ്രശ്നങ്ങൾ വന്നുകൊണ്ട് കഥകളിക്ക് പോയാൽ ഒരു തായമ്പയ്ക്ക് പോകണത് 4-5 കളിക്ക് പോകണം. ഒരു തായമ്പയുടെ കാശ് അതിൻ്റെ മാറ്റമുണ്ട്. അല്ല, ഞാൻ പറയണതെന്ന് വെച്ചാൽ കഥകളിക്ക് കൊട്ടിയിട്ടുള്ള തായമ്പ കൊട്ടിയിട്ടോ അല്ലെങ്കിൽ കേളി കൊട്ടിയിട്ടോ അല്ല, കഥകളി കൊട്ടിയിട്ട് ഉണ്ടാക്കിയ ഒരു, അതായത് ഈ കഥകളി കലാകാരനായാൽ ജീവിക്കാൻ പറ്റാത്തതില്ല. അല്ല, അത് തീർച്ചയായിട്ടും ഇല്ല. അത് വെറുതെ തോന്നുകയാണ്. അത് വേറെ കാരൻ്റെ അവസരം ഉണ്ടാവണം കേട്ടോ. ഇനിയിപ്പോൾ നാളെ മുതൽ ഇപ്പോൾ ഇത് ആരും വിളിക്കാതെ ആയി കഴിഞ്ഞാൽ ഞാൻ എങ്ങനെ ജീവിക്കാന്ന് വെച്ചാൽ. പക്ഷേ എനിക്ക് വേറെ കാര്യമുണ്ട്. ഇതല്ല, റബ്ബറോട്ട് പറയാം. ഞാൻ കുട്ടിക്കാലത്തൊക്കെ എൻ്റെ വീട്ടിൽ റബ്ബർ ഞാൻ തന്നെ വെട്ടിയിരുന്നത്. ഇപ്പോൾ എന്താ വെച്ചാൽ കുറച്ച് ഇടുപ്പ് വേദനയൊക്കെ വരിക കാരണം ഒരു 10-15 കൊല്ലമായിട്ട് ഞാൻ വെട്ടാറില്ല. അല്ല, എങ്ങനെയൊക്കെ ജീവിക്കും. വേറെ കൃഷിപ്പണി എല്ലാ പണിയും അറിയാം. മരത്തിൻ്റെ മുകളിൽ കയറാൻ മാത്രമേ വയ്യായുള്ളൂ. ബാക്കി എല്ലാ പണിയും ചെയ്യും.
ആയിക്കോട്ടെ. അല്ല, ഞാൻ പറഞ്ഞത് ഒരു കഥകളിക്ക് പ്രത്യേകിച്ച് പറയേണ്ട ഒരു കാര്യം കഥകളിക്ക് കൊട്ടിയിട്ട് തന്നെയാണ്. അല്ല, ഈ പല ആൾക്കാർക്കുള്ളൊരു പേടിയുണ്ട്. ആ പേടി മറച്ചു വെക്കണമെന്നില്ല. അതായത് കലാമണ്ഡലത്തിലോ കോട്ടയ്ക്കിലോ സദനത്തിലോ കലാനിലയത്തിലോ എവിടെ ചേർന്നാലും കഥകളി കൊണ്ട് ജീവിക്കാൻ പറ്റുമോ എന്നുള്ളൊരു വലിയൊരു, ഞാൻ പറഞ്ഞ പേടിയാണ് ഞാൻ പറഞ്ഞത്. അവസരം കിട്ടൂല്ലോ എന്നുള്ളതൊക്കെ ആലോചിക്കണേക്കാട്ടിലും, മിടുക്കുണ്ടല്ലോ എന്നൊക്കെ ആലോചിക്കണേക്കാട്ടിലും ഒരു രാത്രി മുഴുവൻ നിന്ന് കൊട്ടിയാൽ, അല്ലെങ്കിൽ വേഷം കെട്ടിയാൽ, അല്ലെങ്കിൽ പാട്ട് പാടിയാൽ ഇതുകൊണ്ട് ജീവിക്കാൻ പറ്റുമെന്ന് വെച്ചാൽ പറ്റുന്നുള്ളതിനുള്ളൊരു ഉദാഹരണമാണ് കലാമണ്ഡലം നന്ദകുമാർ. തീർച്ചയായിട്ടും. അല്ലേ, ഞാൻ അത് എനിക്ക് യാതൊരു ബുദ്ധിമുട്ട് ഇതുവരെ വന്നിട്ടില്ലേ ഇന്ന് വരെ. നാളത്തെ കാര്യം ഞാൻ പറയുന്നില്ല. അല്ല, പ്രവൃത്തി നന്നായിരിക്കണം, ഒപ്പം നമ്മളെ അത് വേണം. പ്രവൃത്തി എന്നില്ല ഇവനാരും വിളിക്കില്ലല്ലോ അതല്ലെങ്കിൽ. എന്തായാലും ഈ 85 മുതൽ 2004 വരെയുള്ള ഇത്രയും ദീർഘകാലത്തെ കുറച്ച് കാര്യങ്ങളാണ് ഈ വായ്ത്താരിയിൽ. അതെ, 2024 എന്ന് പറഞ്ഞത്. അന്ന് 24. ഈ കാലത്തെ കുറച്ച് കാര്യങ്ങളാണ് നമ്മളിന്ന് വായ്ത്താരിയിലൂടെ പറയാൻ ശ്രമിച്ചിട്ടുള്ളത്. ഇത് ഒരു ചോദ്യോത്തര പങ്ക്തിയല്ലാതെ പ്രേക്ഷകർക്ക് കലാമണ്ഡലം നന്ദകുമാറിൻ്റെ വാക്കുകൾ ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ എപ്പിസോഡ് വിജയകരമായി എന്നുള്ള പ്രത്യാശയുണ്ട്. കലാമണ്ഡലം നന്ദകുമാറിന് വരും കാലത്ത് അങ്കുലീയ പക്ഷി നാട്ടുകാരോട് പറഞ്ഞ മാതിരി എൻ്റെ ശരീരം നിങ്ങൾ നോക്കണ്ട, ഞാൻ പ്രകൃതിയിലേക്ക് കൊടുക്കുന്ന വാക്ക് അത് പ്രകൃതിയിലിങ്ങനെ പല ദിക്കിലായിട്ട് അതിങ്ങനെ വിരാജിക്കുന്നുണ്ട്. അത് തന്നെയാണ് എൻ്റെ കേമത്വം എന്ന് പറഞ്ഞ മാതിരി കലാമണ്ഡലം നന്ദകുമാറിൻ്റെ വ്യക്തി എന്നുള്ളതിൻ്റെ അപ്പുറം അദ്ദേഹത്തിൻ്റെ കൊട്ടുവഴി, പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടത് അദ്ദേഹത്തിൻ്റെ നിഷ്കർഷം, ഇതൊക്കെ കഥകളി ലോകത്തിന് വളരെ വേണ്ടപ്പെട്ടതാണ്. വരുംകാലത്ത് ഇനിയും ധാരാളം അവസരങ്ങളും ധാരാളം മേന്മകളും ഉണ്ടാവട്ടെ എന്ന് പ്രത്യാശിച്ചുകൊണ്ട് ഒരുപാട് നന്ദി, നമസ്കാരം. ഈ വായ്ത്താരി എന്നുള്ള എപ്പിസോഡിലേക്ക് എന്നെ ക്ഷണിച്ച ഉണ്ണീഷാശാനും അതേപോലെ തന്നെ എന്നോട് ചോദ്യങ്ങൾ ചോദിച്ച മുതുകുറിശി കൃഷ്ണൻ എന്ന് പറഞ്ഞാൽ എല്ലാവരും വിചാരിക്കും സ്ഥലപ്പേരാണോ ഇല്ല പേരാണോ എന്നത്. അദ്ദേഹം നമ്പൂതിരിയാണ്. അപ്പോൾ അയാൾ മുതുകുറിശി സ്ഥലത്ത് തന്നെയാണ്, പക്ഷേ ഇല്ലപ്പേരും മുതുകുറിശി എന്ന് തന്നെയാണ്. അപ്പോൾ അദ്ദേഹത്തിന് എന്നെ ചോദ്യങ്ങൾ ചോദിച്ച മുതുകുറിശി കൃഷ്ണനോടും എല്ലാവിധ ആശംസകളും നന്ദിയും കടപ്പാടും അറിയിച്ചുകൊണ്ട് ഈ എപ്പിസോഡിൻ്റെ വായ്ത്താരി എന്നുള്ള ഈ ഇത് എടുത്ത കലാമണ്ഡലം എൻ്റെ ഗുരുനാഥനായ ഉണ്ണീഷാശാനോടും എല്ലാവിധ നന്ദിയും അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.